എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1767 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യം ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന. നന്ദി. ഇന്നും ഒരു പ്രത്യേക സെഷനാണ്, അതായത് സമഗ്ര ചികിത്സ. ഒരു ചികിത്സയ്ക്ക് എപ്പോഴും രോഗിയെ സംബന്ധിച്ചുള്ള സമഗ്രത ആവശ്യമാണ്. അത് എവിടെ നിന്നാണ് ഒരു രോഗം ഭേദപ്പെടുന്നത്, ഏറ്റവും സേഫായിട്ട്, ഏറ്റവും കുറഞ്ഞ സമയത്ത്, ഏറ്റവും കുറഞ്ഞ ചെലവിൽ എങ്ങനെ സാധ്യമാകും? ഇത് തന്നെയാണ് എല്ലാ രോഗികളും ചിന്തിക്കുന്നത്, പ്രത്യേകിച്ച് അസുഖമാകുമ്പോൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു വശത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ പരിപാടിക്ക് ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഷാലു രാജനെ ക്ഷണിക്കുന്നു. താങ്ക് യു സർ. നമുക്ക് ഇത്രയും ബഹുമാനപ്പെട്ട ഡോക്ടേഴ്സ്, ഹോമിയോപ്പതിക് ലവേഴ്സ്, ഇന്ന് നമ്മുടെ IFPHന്റെ മലയാളം സെഷന്റെ 1767 വെബിനാറിൽ സമഗ്ര ചികിത്സ എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ചർച്ചയ്ക്കായിട്ടാണ് നാം ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇന്നത്തെ എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഇവിടെ കൂടി വന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഞാൻ ആദ്യം തന്നെ സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ആദരണീയനായിട്ടുള്ള പ്രസിഡന്റ് ശ്രീ ഇസ്മായിൽ സേഠ് സാറിനെയാണ്. നാളിതുവരെയായിട്ട് നമ്മുടെ ഈ IFPH എന്ന് പറയുന്ന സംഘടനയെ നമ്മൾ അതിൽ നിൽക്കുന്ന ഓരോരുത്തരെയും ഒരേ കുടക്കീഴിൽ ചേർത്ത് നിർത്തുന്ന സാറിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അടുത്തതായിട്ട് ഞാൻ സ്വാഗതം ആശംസിക്കുന്നത് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുവാൻ വന്നെത്തിയിട്ടുള്ള ഡോക്ടർ അജയ് കുമാർ സാറിനെയാണ്. അദ്ദേഹം തിരുവനന്തപുരം കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ആയിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. അതുപോലെ അദ്ദേഹം നേമം വിദ്യാധിരാജ ഹോമിയോപ്പതി കോളേജിന്റെ മാനേജറായും സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹം ഇതിനു മുൻപ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഞാൻ IFPHന്റെ പേരിൽ ഈ ഒരു യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അടുത്തതായിട്ട് ഞാൻ സ്വാഗതം ആശംസിക്കുന്നത് ഈ ചർച്ചയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ ഷർമദ് ഖാൻ സാറിനെയാണ്. അദ്ദേഹം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. നിരവധി റേഡിയോ ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന വ്യക്തിത്വം കൂടിയാണ്. ഇതിനു മുൻപ് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തെ പറ്റി നമ്മുടെ IFPHന്റെ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ IFPHന്റെ പേരിൽ ഈ ഒരു യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ഞാൻ സ്വാഗതം ആശംസിക്കുന്നത് ഈ ചർച്ചയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഡോക്ടർ ബിന്ദു ജോൺ മേഡത്തെയാണ്. ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് അനേകം ഹോമിയോപ്പതിയുമായി ബന്ധപ്പെട്ട നിരവധി കോൺഫറൻസുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബിന്ദു മാഡം. എനിക്ക് തോന്നുന്നു മാഡം എപ്പോഴും പാരീസിലൊരു കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ മാഡത്തെയും ഞാൻ ഈ ഒരു യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് ഈ യോഗം മോഡറേറ്റ് ചെയ്യുന്ന മനോജ് ഡോക്ടർ, നന്ദി പ്രകാശനം നടത്തുന്ന ഡോക്ടർ മറിയാമ്മ ജോൺ, അതുപോലെ നമ്മുടെ എല്ലാ ഹോമിയോപ്പതിക് ഡോക്ടേഴ്സ്, ഹോമിയോപ്പതിക് സ്നേഹികൾ, IFPHന്റെ ഭാരവാഹികൾ ആയിട്ടുള്ള എല്ലാവരും, ഏവരെയും ഞാൻ ഏറെ ബഹുമാന പുരസ്സരം ഈ ഒരു യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി. നന്ദി ശ്രീ ഷാലു രാജൻ. നമ്മുടെ അതിഥികളൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഡോക്ടർ ബിന്ദു ജോൺ ഇപ്പോൾ പാരീസ് എയർപോർട്ട് നിൽക്കുകയാണ്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്ലോബലൈസേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫോറം തന്നെയാണ്. നമ്മൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇതിൽ ഏറ്റവും ആദരണീയനായ, ഏറ്റവും തിരക്കേറിയ വ്യക്തി കൂടിയാണ് നമ്മുടെ ആദരണീയനായ അജയകുമാർ സാർ. നമസ്കാരം സർ. ഡോക്ടർ മ്യൂട്ടായി കേട്ടോ ഡോക്ടർ. അജയകുമാർ സാറ് ഫെലോ ഓഫ് അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജി, അതുപോലെ യൂറോപ്യൻ സൊസൈറ്റി ഓഫ് കാർഡിയോളജി, 2 ഫെലോഷിപ്പോടുള്ള ആളാണ്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും എത്രത്തോളം പകൽപ്പന്മാരായ ആൾക്കാർ മാത്രം എത്തിച്ചേർന്ന ഒരു സ്ഥലമാണ് അതെന്ന് തോന്നുന്നു. അപ്പോ ഈ വേദിയിൽ ഒരു പക്ഷേ തോന്നും ഈ കാകൻ പറന്ന് പുനരന്നങ്ങൾ പോയ വഴി തോന്നുന്ന പോലെ എന്ന് പറഞ്ഞാൽ സാറിനെയൊക്കെ പോലെ പ്രഗത്ഭരായ വ്യക്തികളോടിരിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് ആ ഒരു നിലവാരം എന്ന് പറഞ്ഞാൽ മാത്രമല്ല, പഴയ ചീഫ് സെക്രട്ടറി ആയിരുന്ന രാമേന്ദ്രൻ നായർ സാറിന്റെ മകൻ കൂടിയാണ്. വിദ്യാരാധ കോളേജിന്റെ മാനേജറാണ്. ഹോമിയോപ്പതിയുടെ സമഗ്ര പുരോഗതി ആഗ്രഹിക്കുന്ന ഹൃദയമുള്ള കാർഡിയോളജിസ്റ്റ് കൂടിയാണ്. അപ്പോൾ നമുക്ക് സമഗ്ര ചികിത്സ, അതായത് നേരത്തെ പറഞ്ഞ പോലെ സുഖമില്ലാത്ത അവസ്ഥയിൽ, അശരണരായിരിക്കുന്ന അവസ്ഥയിൽ ഏതൊരു മനുഷ്യനും സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ്. അവിടെ ഒരു രോഗി ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? എല്ലാ തത്വശാസ്ത്രങ്ങൾക്കും അപ്പുറം ബലിയല്ല എനിക്ക് വേണ്ടത്, കരുണയാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സമഗ്ര ചികിത്സ. അജയകുമാർ സാറിന് തുടങ്ങാം സാർ. സാർ നമസ്കാരം മനോജ് സർ. സാറ് നിങ്ങളുടെ IFPHന്റെ
എല്ലാ ദിവസവും ഉള്ള രാത്രിയിലുള്ള ഈ ഓൺലൈൻ ആയിട്ടുള്ള അക്കാഡമിക് പ്രോഗ്രാംസ് അത് അസൂയയോടുകൂടി നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് ഞാൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 1988 ജോയിൻ ചെയ്ത് 93 പാസ് ഔട്ട് ചെയ്ത വ്യക്തിയാണ്. അത് കഴിഞ്ഞ് MD എടുത്തു, DM എടുത്തു, ഫെലോഷിപ്പ് ഇന്റർവെൻഷണൽ കാർഡിയോളജി എടുത്തു. പിന്നെ അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജിയുടെയും യൂറോപ്യൻ സൊസൈറ്റി ഓഫ് കാർഡിയോളജിയുടെയും ഫെലോഷിപ്പ് ഒക്കെ എടുത്തെങ്കിലും നമ്മുടെയൊക്കെ ഒരു ഡോക്ടർ, പ്രത്യേകിച്ച് ഒരു കാർഡിയോളജിസ്റ്റിന്റെ മുമ്പിൽ എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം, നമ്മൾ ഈ മനുഷ്യന്റെ ആരോഗ്യത്തെക്കുറിച്ചോ ഹൃദയാരോഗ്യത്തെക്കുറിച്ചോ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊക്കെ സത്യസന്ധമായി ഉള്ള വളരെ ഗഹനമായിട്ടുള്ള ഗവേഷണത്തിലൂടെ കണ്ടെത്തിയതാണ്. മനുഷ്യരാശി അവരുടെ ഈ ചരിത്രത്തില്, ഇത്രയും വലിയ ചരിത്രത്തില് വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് വ്യക്തികളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചുള്ള ആ ഗവേഷണത്തിൽ കൂടെ കണ്ടെത്തിയ കാര്യങ്ങളാണ്. അതിനകത്തൊന്നും സംശയമില്ല. പക്ഷേ അപ്പോഴും നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം, ഈ പറയുന്ന നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ, അതോ അതിനും അപ്പുറത്തോട്ട് എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടോ എന്നുള്ള ചോദ്യം എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. എന്തുകൊണ്ട് അതുണ്ടെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ വരുന്ന രോഗികളെ കാണുമ്പോൾ നമുക്കൊരു രോഗിയെ കാണുന്നു, അവരുടെ ECG കാണുന്നു, എക്കോ കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്നു, നമ്മൾ അവരെ ക്ലിനിക്കലായിട്ട് അസസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എമർജൻസി ആയിട്ടുള്ള കേസുകളിൽ നമ്മുടെ ഒരു ഇൻപുട്ട് അവിടെ വരുന്നു. പലരും അതിനകത്ത് രക്ഷപ്പെടുന്നുണ്ട്, വളരെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, വളരെ ക്രിട്ടിക്കൽ സ്റ്റേറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്നുണ്ട്. ഒക്കെ ശരിയാണ്. അത് നമ്മുടെ ആ ഒരു സയന്റിഫിക് ആയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അതിനകത്ത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ചില രോഗികളിൽ നമുക്ക് ഇതേ കാര്യം തന്നെ ഒരേ രീതിയിൽ വരുന്ന രോഗിയിൽ അവരിൽ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും വിജയമാവുന്നില്ല. ഓരോ സ്റ്റെപ്പിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴും നമുക്ക് പല പല പ്രതിസന്ധികൾ കാണുന്നു. പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഫലം കിട്ടുന്നില്ല. അവിടെ വരുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ആ സയന്റിഫിക് നോളജ്, is it complete, or are we missing certain important facts or certain things which are beyond our imagination, or whether we have not fully understood the whole mechanism. നമ്മുടെ ആ ഒരു ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്ന ആ മെക്കാനിസത്തിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതൊന്ന്. രണ്ട്, നമ്മുടെ ഈ ഒരു അക്യൂട്ട് എമർജൻസി ഹാർട്ട് അറ്റാക്ക് വന്ന രോഗികളെയാണ് നമ്മൾ കാർഡിയോളജിസ്റ്റ് പൊതുവെ ഏറ്റവും കൂടുതൽ കാണുന്നത്. അർദ്ധരാത്രിയിൽ 3 മണിക്കും 4 മണിക്കും ഒക്കെ ഇറങ്ങിപ്പോയാണ് കാണുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോയാണ് നമ്മൾ അവരെ ചികിത്സിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിന്റെ അടുത്താണ് നമ്മൾ ഈ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്നത്. അക്യൂട്ട് എമർജൻസി ആയിട്ട് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള രോഗികൾക്കാണ്. അങ്ങനെയുള്ള രോഗികൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അവിടെ അനസ്തെറ്റിസ്റ്റ് ഇല്ല, വേറെ ആരും ഇല്ല, കാർഡിയക് സർജൻ ഇല്ല, നമ്മൾ കാർഡിയോളജിസ്റ്റ് മാത്രമാണ്. പലപ്പോഴും നമ്മൾ വിത്തിൻ ഒരു 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് പ്രൊസീജിയർ കഴിഞ്ഞ പേഷ്യന്റിനെ നോർമൽ ഒരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നു, ICUലോട്ട് മാറ്റുന്നു, അവര് ഒരു 2-3 ദിവസം കൊണ്ട് വീട്ടിലോട്ട് പോകുന്നു. ഇതാണ് സ്ഥിതി. പക്ഷേ ചില രോഗികളിൽ നമ്മൾ ഈ നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് കിട്ടാറില്ല. ചിലപ്പോൾ ഓൺ ടേബിൾ തന്നെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു രോഗി പെട്ടെന്ന് മരിച്ചു പോകും. അവിടെയാണ് നമുക്ക് ചോദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത്, നമ്മൾ ഈ മനസ്സിലാക്കിയതിന് അപ്പുറത്തോട്ട് എന്തെങ്കിലും ഉണ്ടോ? ഈ മരണവും ജീവിതവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു രോഗി വന്നപ്പോൾ അയാളുടെ ശരീരത്തിന്റെ, നമ്മളിപ്പം ഫിസിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ അയാൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു രോഗി നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്നു, മരിച്ചു പോകുന്നു. മരിച്ചു പോകുന്നതിന് 1 മിനിറ്റ് മുമ്പും മരിച്ചതിന് ശേഷം 1 മിനിറ്റ് ശേഷവും ആ രോഗിയുടെ ശരീരത്തിന് ഒരു 0.1 ഗ്രാമിന്റെ വ്യത്യാസമെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. ആ രോഗിയുടെ ബോഡിയുടെ മാസ് നോക്കിയാൽ ഇറ്റ് ഈസ് ദ സെയിം. അപ്പൊ പിന്നെ എന്താണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് അവിടെ വന്നിട്ടുള്ളത്? ചേഞ്ച് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ജീവനുള്ള വ്യക്തിയും മരിച്ചു കിടക്കുന്ന ഒരു ഡെഡ് ബോഡിയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നുള്ള ചോദ്യത്തിന് അവിടെയാണ് ഉത്തരവില്ലാതായി പോകുന്നത്. ആ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് പല ഡോക്ടർമാര്, അല്ലെങ്കിൽ നമ്മൾ ആത്മീയതയിലേക്ക് പോയാൽ അത് വേറെ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ
fundamentally as a doctor, whether we have understood life, what is life എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ കൺസെപ്റ്റ് കംപ്ലീറ്റ് ആണോ? നമുക്ക് കുറെ കൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ whether is it complete? Are we understanding life in its full enormity of that? ലൈഫ് എന്ന് പറയുന്നതിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ഈ കാണുന്ന അണ്ടകടാകത്തിൽ നമ്മളിപ്പം എന്താണ് ജെയിംസ് വെബ് ടെലിസ്കോപ്പ് വെച്ച് ഭൂമിയല്ല, ഈ അണ്ടകടാകത്തിലുള്ള എല്ലാ യൂണിവേഴ്സിലുള്ള എല്ലാ ഗാലക്സീസും കാണാൻ കഴിയുന്നുണ്ട്. അവിടെയുള്ള എക്സോ പ്ലാനറ്റ്സും ഒക്കെ കാണുന്നുണ്ട്. അവിടെ എങ്ങും നമുക്ക് ജീവൻ കാണാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പൊ ഇപ്പോഴും നമുക്കറിയാവുന്ന ഈ അണ്ടകടാകത്തിൽ ഈ ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ. ആ ജീവന്റെ വില, ആ ജീവൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലൈഫ് എന്നുള്ള ക്വസ്റ്റ്യൻ, അത് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അവിടെയാണ് മോഡേൺ മെഡിസിന്റെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ആ പ്രതിസന്ധിയിലാണ് ഈ പറയുന്ന ഹോമിയോപ്പതി ആണെങ്കിലും ആയുർവേദം ആണെങ്കിലും ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ്, ഈവൻ ചൈനീസ് മെഡിസിൻ, ഇങ്ങനെ ഒരുപാട് കാര്യം, അക്യുപങ്ക്ചർ, പ്രഷർ പോയിന്റ്സ് വെച്ചാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവിടെ വരുന്നു. അപ്പൊ നിരാകരിക്കുക എന്നുള്ളത് അത്ര കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ല. നമ്മള് ഒരു മോഡേൺ മെഡിസിനിൽ സയന്റിഫിക് ആയിട്ട് ചിന്തിക്കുന്ന, രോഗിയോട് പ്രതിബദ്ധതയുള്ള ഒരു ഡോക്ടറിന്, രോഗിയോട് പ്രതിബദ്ധതയുള്ള ഒരു ഡോക്ടറിന് ഒരിക്കലും ബാക്കിയുള്ള ആൾട്ടർനേറ്റീവ് മെഡിസിൻ ശാഖകളെ പൂർണ്ണമായിട്ട് നിരാകരിക്കാൻ ഒരിക്കലും പറ്റില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ചോദ്യം ആണ് അവിടെ വരുന്നത്. ഇഫ് യു കനോട്ട് ഈവൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ലൈവ് പേഴ്സൺ ആൻഡ് എ ഡെഡ് പേഴ്സൺ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു? അവിടെ നമ്മുടെ ചോദ്യത്തിന് ഉത്തരവില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചോദ്യത്തിനാണ് ഉത്തരവുള്ളതെന്നുള്ള ചോദ്യം. അവിടെ ആ ഒരു പോയിന്റിലാണ് we have to accept there are many other ways in which you have to look at human health. മനുഷ്യന്റെ ആരോഗ്യം ഉള്ള അവസ്ഥയും ആരോഗ്യം ഇല്ലാത്ത അവസ്ഥയും, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ അവിടെയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇപ്പൊ തന്നെ ഒരു നല്ല പെർഫെക്റ്റ്ലി വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഓർഗൻ, ഇപ്പൊ തന്നെ ഒരു കിഡ്നി എടുക്കുന്നു, പെർഫെക്റ്റ്ലി വെൽ ഫങ്ഷനിങ്. ഒരു 6 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ഫങ്ഷനിങ്, അത് കംപ്ലീറ്റ് റീനൽ ഷട്ട് ഡൗണിലോട്ട് പോകുന്നു. എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ്, നമ്മളിപ്പം ക്രോണിക് കിഡ്നി ഡിസീസ് സ്റ്റേജ് 5 എന്നൊക്കെ പറയുന്നു, എന്നിട്ട് ഡയാലിസിസിലോട്ട് പോകും. അപ്പൊ എന്താണ് വാട്ട് ഹസ് ഹാപ്പൻ? ഒരു കുഴപ്പമില്ലാതിരുന്ന ഒരു പൂർണ്ണ ആരോഗ്യമുള്ള ഒരു വ്യക്തി, അയാൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അയാൾ he is going into a situation where his one major organ has totally gone into dysfunction. നമ്മുടെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ 6 ഓർഗൻസ് ആണ് മനുഷ്യന്റെ ജീവൻ നിലനിർത്തുന്നത്. ഒരു കൈ വെട്ടി മാറ്റിയാലും കാല് വെട്ടി മാറ്റിയാലും നമുക്ക് ജീവിക്കാം. പക്ഷെ ഇതിൽ ഈ 6 ഓർഗൻസിൽ ഏതെങ്കിലും ഒരെണ്ണം പോയാൽ നമ്മുടെ കഥ കഴിഞ്ഞു. ഏതൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും ഞാൻ പറയാം. ബ്രെയിൻ, ഹാർട്ട്, ലിവർ, കിഡ്നീസ്, ഇൻറ്റസ്റ്റൈൻ ആൻഡ് ഞാൻ ഏതാ വിട്ടുപോയത്, ഇൻറ്റസ്റ്റൈൻ, ലങ്സ്, ശ്വാസകോശം, ഹൃദയം, മസ്തിഷ്കം, കിഡ്നീസ്, കരള്, അതുപോലെ ആമാശയം. ആമാശയം എന്ന് പറഞ്ഞാൽ ഇൻറ്റസ്റ്റൈൻ, ദ ഹോൾ ഇൻറ്റസ്റ്റൈൻ. ഇറ്റ്സ് സിംഗിൾ ഓർഗനായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ ഓർഗൻസിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഒരു ടോട്ടൽ ആയിട്ടുള്ള ഡിസ്ഫങ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ ലൈഫ് ടു എക്സിസ്റ്റ് ഇൻ ദാറ്റ് ബോഡി എന്നുള്ള. പിന്നെ മൾട്ടിപ്പിൾ പ്രോബ്ലംസിലോട്ട് പോകും നമ്മൾ. പിന്നെ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കട്ട് ഡൗൺ ഇൻ ടു സൈസ്. യു ആർ നോട്ട് എ നോർമൽ ലൈഫ് അല്ലാതെ പോവുകയാണ്. ഒരു മേജർ ഓർഗന്റെ ഡിസ്ഫങ്ഷൻ വന്നു കഴിഞ്ഞാലുള്ള സ്ഥിതിയാണ്. അപ്പൊ ആ രോഗി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അയാൾക്ക് അത് വന്നെന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരവില്ല. എന്തോ ആണെങ്കിലും ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, ലൈഫ് ആൻഡ് ഡെത്ത്, അതുപോലെ ഹെൽത്ത് ആൻഡ് ഡിസീസ്, ഈ ഡിഫറൻസ്, ഈ ഒരു ചോദ്യത്തിന് നമ്മൾ യു ഹാവ് ടു ലുക്ക് ഫോർവേഡ്, യു ഹാവ് ലുക്ക് ഡീപ്പർ ഇൻ ടു വാട്ട് ഈസ് ലൈഫ്. അങ്ങനെ വരുമ്പോഴാണ് മനുഷ്യന്റെ ശരീരം മാത്രമല്ല, ലൈഫ് എന്ന് പറയുന്നത് ഉള്ളിലോട്ട് പല ലെവൽസിൽ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. മൈൻഡ് എന്ന് പറയുന്നത് തന്നെ ബോഡിക്കകത്തുള്ള ഒരു കാര്യമാണ്. മൈൻഡ് എന്ന് പറയുന്നത് ഇപ്പോഴും കോൺഷ്യസ്നെസ്, അത് തന്നെ ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് കോൺഷ്യസ്നെസ്? ഈസ് ഇറ്റ് ജസ്റ്റ് ലിമിറ്റഡ് ടു ദ ബോഡി ഓർ ഈസ് ഇറ്റ് മച്ച് ബിയോണ്ട് ദാറ്റ്? അതൊരു ക്വസ്റ്റ്യൻ. പിന്നെ ഇമോഷൻ, മൈൻഡിന്റെ ഒരു വർക്കിങ്ങിനേക്കാളും ഫർദർ കോംപ്ലിക്കേറ്റഡ് ആണ് ഇമോഷൻ എന്ന് പറയുന്നത്. ഇമോഷണൽ ബോഡി എന്ന് തന്നെ പറയുന്നതാണ്.
അകത്തോട്ട് പോകുമ്പോഴാണ് എനർജി ബോഡി എന്ന് പറയും. ഇതിനെല്ലാം അകത്താണ് ആക്ച്വൽ ലൈഫ് ഇരിക്കുന്നതാണ്. 5ാമത്തെ ലെവലിലാണ് ആക്ച്വൽ ലൈഫ് ഇരിക്കുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്തോ ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ നമ്മൾ ബോഡി ആസ് എ ഫിസിക്കൽ ബോഡി ആൻഡ് ഇറ്റ്സ് കെമിക്കൽ റിയാക്ഷൻ മാത്രം ഹാൻഡിൽ ചെയ്തിട്ട് ലൈഫിനെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റുമോ? ഇറ്റ്സ് ഇംപോസിബിൾ. നമ്മൾ അങ്ങനെ ഒരു വളരെ സിംപ്ലിസ്റ്റിക് വേയിൽ ലൈഫിനെ ഡിഫൈൻ ചെയ്യാൻ പോയാൽ യു വിൽ 100% ഫെയിൽ. അപ്പൊ അതുകൊണ്ട് യു ഹാവ് ടു ലുക്ക് അറ്റ് അതർ ഓൾട്ടർനേറ്റീവ് സിസ്റ്റംസ് ഓഫ് മെഡിസിൻ. നമ്മുടെ ഹ്യൂമൻ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഹെൽത്തിനെ കുറിച്ച് ഡീപ്പറായിട്ട് നോക്കിയിട്ടുള്ള ഒരുപാട് കൾച്ചേഴ്സ് ഉണ്ട് വേൾഡിൽ, സിവിലൈസേഷൻസ് ഉണ്ട്. എസ്പെഷ്യലി ഇന്ത്യൻ സിവിലൈസേഷൻ, ചൈനീസ് സിവിലൈസേഷൻ, ഇതൊക്കെ ഒരുപാട് ഡീപ്പർ ലെവൽസിൽ ഇതിനെ പറ്റി ഗവേഷണം ചെയ്തിട്ടുണ്ട്, അവരത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ ഓപ്പൺ ആയിരിക്കണം. നമ്മളിപ്പം മോഡേൺ മെഡിസിൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ടോട്ടലി ഷട്ട് ഡൗൺ ആയിട്ട് ഒരു സങ്കുചിതമായ മനോഭാവത്തോടു കൂടി പോകുന്നത് തെറ്റാണെന്നുള്ള ഒപ്പീനിയനാണ് എനിക്കുള്ളത്. അത് ഞാനൊരു ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിന്റെ മാനേജർ ആയിരുന്നുകൊണ്ട് പറയുന്ന ഒരു വെറും വാക്കല്ല. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആസ് എ കാർഡിയോളജിസ്റ്റ് നേരിട്ട് കണ്ടുള്ള. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു പേഷ്യന്റ് ഐസിയുലോട്ട് വരുന്നു, ഹാർട്ട് അറ്റാക്ക്, നെഞ്ചുവേദനയായിട്ട് വരുന്നു. നമ്മൾ നോക്കുമ്പോൾ ECG ഇസ് നോർമൽ, പേഷ്യന്റിന്റെ ട്രോപ്പോണിൻ നോക്കുന്നു, നെഗറ്റീവ് ആണ്. പക്ഷെ പേഷ്യന്റ് ടിപ്പിക്കൽ അഞ്ചേനയുണ്ട്. അപ്പൊ നമ്മൾ പിന്നെ അഡ്മിറ്റ് ചെയ്യും, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഐസിയുലോട്ട് കയറി വരുമ്പോൾ രോഗി പറയാണ്, സാറ് എന്ത് വേണം നോക്കിക്കൊള്ളണം, പക്ഷെ ഞാൻ എന്റെ ഡെഡ് ബോഡിയെ ഈ ICUവിന്റെ പുറത്തോട്ട് പോകാൻ പോകുന്നുള്ളൂ എന്ന് പറയുന്ന ഒരു രോഗി. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പറയും, ഓ നിങ്ങൾക്കൊന്നുമില്ലല്ലോ, ECG നോർമലാണ്, ട്രോപ്പോണിൻ നെഗറ്റീവ് ആണ്, നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കും, നിങ്ങൾ ഒരു കുഴപ്പമില്ല. അപ്പോഴും പേഷ്യന്റ് പറയാണ്, സാർ എന്തുവേണം ചെയ്തോളൂ, പക്ഷെ ഞാൻ എന്റെ ഡെഡ് ബോഡിയെ ഇതിന്റെ പുറത്തോട്ട് പോവുള്ളൂ എന്നൊരാൾ പറയുന്നു. തിരിച്ച് മാസീവ് ഹാർട്ട് അറ്റാക്കോടുകൂടി വരുന്നു, കാർഡിയോജനിക് ഷോക്കിലോട്ട് പോകുന്നു, ഇങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലംസിലോട്ട് പോകുന്ന ഒരു പേഷ്യന്റ്. അപ്പോഴ് പേഷ്യന്റ് പറയാണ്, സാറ് എന്താണെന്ന് ചെയ്തോ, ഞാൻ എണീറ്റ് നടന്നേ ഇവിടുന്ന് പോവുള്ളൂ എന്ന് പറയുന്ന ഒരു രോഗി. ഞാൻ ഇത് രണ്ടും കണ്ടിട്ടുള്ളതാണ്. ഞാനിപ്പോ 20-25 വർഷമായി കാർഡിയോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യും. ഇതില് ആദ്യം പറഞ്ഞ രോഗി പറഞ്ഞതുപോലെ സംഭവിക്കും. നമ്മൾ തലകുത്തനെ നിന്നാലും ഡെഡ് ബോഡിയെ പുറത്തോട്ട് പോവുള്ളൂ. തിരിച്ച് ഇവൻ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചു. പക്ഷെ പേഷ്യന്റ് പറയാണ്, സാർ എന്താ ധൈര്യമായിട്ട് ചെയ്യണം, ഞാൻ എണീറ്റ് നടന്നേ പോവുള്ളൂ എന്ന് പറഞ്ഞ രോഗി നടന്നു തന്നെ പോയിരിക്കും. ഇതെന്തുകൊണ്ടാണ്? ഇതെങ്ങനെ ആ രോഗിക്ക് അറിയാൻ പറ്റുന്നു? രോഗി MBBS MDയോ DMO എടുത്ത ആൾക്കാരല്ല, നമ്മളെ പറ്റി ഹെൽത്തിനെ കുറിച്ചോ കാർഡിയോളജിയെ കുറിച്ചോ ഒരു വിവരമുള്ള മനുഷ്യരല്ല. പക്ഷെ അവർക്ക് ഇന്നേറ്റ് ആയിട്ട് അവരുടെ ലൈഫിനെ പറ്റി ഒരു കൺസെപ്റ്റ് വരുന്നത് അത് ആര് കൊടുക്കുന്നു, എവിടുന്ന് വരുന്നു അറിഞ്ഞുകൂടാ. അപ്പൊ അതുകൊണ്ട് there are so many things which are beyond our understanding. At our present level of knowledge, we have to go further, much further, deeper into what is health and what is ill health, Yes. what is disease, or what is life and what is death. അതിലേക്ക് കടക്കുമ്പോഴാണ് ഹോമിയോപ്പതിക്കും ആയുർവേദത്തിനും ഒക്കെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. നമ്മുടെ പഴയ തലമുറയിലുള്ള ഒരുപാട് പേര്, എസ്പെഷ്യലി നിങ്ങളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഡോക്ടർ ഹാനുമാൻ, പുള്ളിയൊക്കെ അതിനെപ്പറ്റി ഒരുപാട് അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ട് അവരുടെ കൺവിക്ഷന്റെ പുറത്ത് അവരാര് കളിയാക്കിയെന്നോ അവരെന്ത് പറഞ്ഞോ ഒന്നും നോക്കിയിട്ടില്ല. അവരുടെ കൺവിക്ഷനിൽ they have worked to their last breath. ഹനുമാനെ പറ്റിയൊക്കെ പറയുമ്പോൾ എനിക്ക് അവിടെയാണ് പുള്ളിയോടൊക്കെ ഉള്ള ഒരു അമേസിംഗ് ആയിട്ടുള്ള പുള്ളിയെ പറ്റിയുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, മരണം വരെയും പുള്ളിയുടെ ആ കൺസെപ്റ്റിൽ പോയി, അല്ലാതെ പുള്ളിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമെന്ന് നോക്കിയിട്ടല്ല. പുള്ളിക്ക് ആ സയൻസിനോടും പുള്ളിക്ക് കൺവിക്ഷനുള്ള കാര്യത്തിനോടും പുള്ളിക്ക് ആ ഡെഡിക്കേഷൻ, അവസാന നിമിഷം വരെ ജീവിതം മുഴുവനും അതിനുവേണ്ടി വർക്ക് ചെയ്യുക. അതാണ് ഒരു കറക്റ്റ് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ആരുമല്ല ഇതൊന്നും പറയാൻ. നിങ്ങൾ ഓരോരുത്തരും ഈ കാര്യത്തിനെ കുറിച്ച്, ഹോമിയോപ്പതിയെ കുറിച്ചൊക്കെ എന്നെക്കാളും വളരെയധികം അറിയുന്ന വ്യക്തികളാണ്. എനിക്ക് എൻ്റെ ഇത്രയും നാളത്തെ 10-20-25 വർഷം കൊണ്ട് മനസ്സിലായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. എന്തായാലും മനോജ് സാറിനോടും IFPHന്റെ എല്ലാ അംഗങ്ങളോടുമുള്ള നന്ദിയോടുകൂടി ഞാൻ എൻ്റെ ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ സ്പീച്ച് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. സാർ എന്തായാലും തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഡോക്ടേഴ്സ് ഇനിയും ഉണ്ട്. സാർ സമയം ഉണ്ടാവുമോ? അല്ല, ഞാനുണ്ട്. ഓക്കെ സാർ. ഓക്കെ സാറ് വളരെ ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ജയകുമാർ സാറ് മറ്റുള്ളവരിൽ വ്യത്യസ്തനായെന്നുള്ളത് ഈ പറഞ്ഞ പോലെ മരണം, ജീവിതം, ജീവൻ എന്താണ്,
ഞാൻ പലപ്പോഴും കേൾക്കുന്നുണ്ട് നമ്മളെല്ലാം ബയോളജി പഠിക്കുന്നു, പക്ഷെ എന്താണ് ബയോളജി നമുക്കറിയില്ല. ജീവൻ എന്താ, ജീവനില്ലാത്ത ജീവശാസ്ത്രം അതാണ് നടക്കുന്നത്. സാറ് പറഞ്ഞ പോലെ യഥോ വാച നിവർത്തന്തി അപ്രാപ്യ മനസ്സാസകം എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ലോകമുണ്ട്. അതിലേക്ക് കൂടി തീർച്ചയായിട്ടും പോകേണ്ടതുണ്ട്. പോയാൽ മാത്രമേ എന്തെങ്കിലും അറിയാൻ കഴിയും. നമ്മൾ പറയല ആത്മനി കല്ലിലെ ദൃഷ്ടയെ മതേ വിജ്ഞാതെ ഇതും സർവം വിധ. ആത്മാവിനെ അറിയുന്നവൻ എല്ലാം അറിഞ്ഞവനെ ഭാവിക്കുന്നവൻ. സാറൊക്കെ ആ ട്രാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അത് ആത്മീയമായി വളരെ ഉയർന്ന തലത്തിലുള്ള ആളായതുകൊണ്ട് മാത്രമാണ് ഇത് കാണാൻ പറ്റിയത്. ഇല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ആയിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വളരെ സന്തോഷം. ഡോക്ടർ ബിന്ദു ജോൺ, നമ്മുടെ അഭിമാനമായ ബിന്ദു ജോൺ ഇപ്പോൾ പാരീസിലെ എയർപോർട്ടിൽ യാത്രയുടെ ക്ഷീണം കഴിഞ്ഞ് ജെറ്റ് ലാഗ് ഒക്കെ ആണെന്ന് തോന്നിയിരിക്കുകയാണ്. ഡോക്ടർ ബിന്ദുവിലേക്ക് പോകാം. ഡോക്ടർ ബിന്ദു. താങ്ക് യു സർ, താങ്ക് യു മനോജ് സർ. അജയ് കുമാർ സർ പറഞ്ഞ പോലെ നമുക്ക് ഒരു ഇന്റഗ്രേറ്റീവ് മെഡിസിന്റെ ഒരു സ്കോപ്പ്, ഹെൽത്തും ഡിസീസും മൈൻഡ് ആൻഡ് ബോഡി കണക്ഷൻ വരുന്നിടത്താണ് അതിന്റെ ഒരു സ്കോപ്പ് കിടക്കുന്നത്. അപ്പൊ ശരിക്കും ഒരു 50 വർഷം മുമ്പ് കാണുന്ന ഒരു ഹെൽത്തിന്റെ സിനേറിയോ അല്ല ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തില് ഒരു ഇന്റഗ്രേറ്റീവ് മെഡിസിന് ഏറ്റവും സ്കോപ്പ് ഉള്ള ഒരു കാലഘട്ടമാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു കൺവെൻഷണൽ സിസ്റ്റത്തിന്റെ എല്ലാ ബെനിഫിറ്റ്സും ഒരു പേഷ്യന്റിന് കിട്ടുമ്പോൾ തന്നെയും അവർക്ക് അവരുടെ ഒരു ഹോളിസ്റ്റിക് ആസ്പെക്റ്റിലെ ഒരു ഡിസീസ് അല്ലെങ്കിൽ ഇൽനെസ്സിന് ഒരു ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം. അപ്പോ ശരിക്കും ഒരു മൈൻഡ് ആൻഡ് ബോഡി കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് മെഡിസിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അസുഖങ്ങൾ ഒരു പ്യുവർലി ഒരു ഓർഗാനിസത്തിന്റെ തലത്തിൽ തന്നെ നിലനിൽക്കുന്നതല്ല എന്നുള്ളതും, അപ്പോൾ അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് അപ്രോച്ച് ശരിക്കും ഒരു ബോഡിയുടെ എനർജിയുടെ ഒരു തലത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഒരു സമഗ്രമായ ഒരു കറക്ഷൻ വരുന്നത് എന്നുള്ളതൊക്കെ ഇപ്പോൾ കാണുന്ന അസുഖങ്ങളുടെ ഒക്കെ ഓരോ രീതികൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ശരിക്കും ഒരു ഹീലിംഗ് നടക്കേണ്ടത് ടോട്ടലായിട്ടും, അതായത് ഒരു ഫിസിക്കൽ പ്ലെയിനിൽ മാത്രമല്ല, ഒരു മെന്റൽ ഇമോഷണൽ പ്ലെയിനിലും കൂടെ ആണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന മേജർ അസുഖങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്. ഒരു ഉദാഹരണത്തിന് ഇപ്പൊ നമുക്കൊരു വൈറൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സിക്വലേസ്, നമ്മൾ കോവിഡിന്റെ കാലഘട്ടം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു വലിയൊരു കാറ്റഗറി കണ്ടീഷൻസ് ഇതിന്റെ ഗണത്തിൽ വരും. അപ്പൊ അവിടെ നമുക്കൊരു ഒറ്റ ചികിത്സാ ശാസ്ത്രത്തിന് പരിഹാരം കൊടുക്കാൻ സാധിക്കുമോ? അവിടെ ഏതൊക്കെ ചികിത്സാ ശാസ്ത്രങ്ങൾ നമുക്ക് സമന്വയിപ്പിക്കാൻ പറ്റും? അപ്പോൾ ഓരോ മെഡിക്കൽ സിസ്റ്റത്തിന് അതിന്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ ആ പേഷ്യന്റിന് ഒരു ഫുൾ അഡ്വാൻറ്റേജ് കിട്ടണമെങ്കിൽ നമ്മൾ എല്ലാം ഒരു കറക്റ്റ് ആയിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇനിയും കാണാൻ പോകുന്നത്. ഇപ്പൊ ഫ്യൂച്ചറിസ്റ്റിക് മെഡിസിന്റെ ഒരു ആൻസർ കിടക്കുന്നത് അവിടെയാണ്. അപ്പൊ നമുക്ക് അവിടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന്റെ ഒരു ഹെൽത്ത് ആൻഡ് വെൽനെസിന്റെ ഡൊമൈനിൽ അവരുടെ ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾ, അവരുടെ എൻവയറമെന്റ് അവരെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, അവരുടെ മൊബിലിറ്റിയുടെ ആസ്പെക്ട്, ന്യൂട്രീഷന്റെ ആസ്പെക്ട്, അവരുടെ ഈവൻ അവരുടെ ഇന്റർപേഴ്സണൽ ആയിട്ടുള്ള കണക്ഷൻസ് അവര് ഹെൽത്തി ആയിട്ട് അവർക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നു, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അവരെ എങ്ങനെ ബാധിക്കുന്നു. പിന്നെ നമ്മൾ ഏറ്റവും പരമമായിട്ട് പറഞ്ഞാൽ വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ഇപ്പൊ നമ്മുടെ ലൈഫ് എന്നുള്ളതിന്റെ ഒക്കെ നമ്മൾ സിക്ക് ആവുമ്പോഴാണ് അതൊക്കെ ചിന്തിക്കുന്നത്. അപ്പം അവിടെ ആ വെൽനെസ് ഇരിക്കുന്ന ഒരു പ്ലെയിൻ ഒരു ഫിസിക്കൽ പ്ലെയിനിൽ മാത്രമല്ല. അപ്പൊ ഇങ്ങനെയുള്ള ആസ്പെക്ട്സിനെ കവർ ചെയ്യാൻ പറ്റുന്ന ചികിത്സാ ശാസ്ത്രങ്ങൾ, ഇപ്പൊ നമ്മളൊരു ഹോമിയോപ്പതി ഡോക്ടറിന്റെ ഒരു തലത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഹോമിയോപ്പതിയുടെ ഒരു സ്കോപ്പ് കിടക്കുന്നതും ഈ തലത്തിലൊക്കെയാണ്. നമുക്ക് വെൽനെസ് കൊടുക്കാൻ പറ്റുന്നത് ഡെഫിനറ്റ്ലി മോർ ദാൻ ദ ഫിസിക്കലിന്റെ ഒപ്പം തന്നെ അവിടെ മെന്റൽ ഇമോഷണൽ ആസ്പെക്ട്സിനെ കവർ ചെയ്തുകൊണ്ട് ഒരു ടോട്ടൽ ഹെൽത്ത്, ഞാൻ എന്ന വ്യക്തി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരം. അപ്പൊ അത് നമ്മളിപ്പോ കാണുന്ന മേജർ അസുഖങ്ങൾ, നമ്മൾ ഇനിയും കാണാൻ പോകുന്ന ഒരു അസുഖങ്ങളുടെ ഒരു തലം എന്ന് പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ്, പിന്നെ ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻസിലെല്ലാം ഇപ്പൊ ലൈഫ് ലിമിറ്റിംഗ് കണ്ടീഷൻസ്, ന്യൂറോ ഡിജനറേറ്റീവ് കണ്ടീഷൻസ്, ഇപ്പൊ നമ്മൾ പാലിയേറ്റീവ് ജെറിയാട്രിക് ആസ്പെക്റ്റിൽ കാണുന്ന എല്ലാ തരം കേസസും
നമുക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു നിശ്ചിത സമയത്തിനകത്ത് നോർമൽ ആവില്ല എന്ന് മനസ്സിലാക്കുന്ന എല്ലാ അസുഖങ്ങളും നമ്മൾക്ക് അങ്ങനെ ഒരു അസുഖമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു വെൽബീയിങ്ങിനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഒരാള് ഏറ്റവും ആൻഷ്യസ് അല്ലെങ്കിൽ ഡിസ്ട്രെസ്ഡ് ആവുന്നത് അവരുടെ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ചുള്ള ചിന്ത മാത്രമായിരിക്കില്ല. ഇപ്പൊ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ആസ്പെക്ട്സ്, അല്ലെങ്കിൽ ഞാൻ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ ഐസൊലേറ്റ് ആവേണ്ടി വരും, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അവസാന കാലം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇനിയുള്ള കാലം എങ്ങനെയായിരിക്കും, ഞാൻ ഒരു ടോട്ടൽ റിക്കവറിയിലേക്ക് പോകുമോ എന്നുള്ള, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മെഡിസിൻസ് കഴിക്കേണ്ടി വരുമ്പോൾ നമുക്ക് അവിടെയും എല്ലാം കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഹ്യൂമൻ ഓർഗാനിസം അല്ലെങ്കിൽ, അവർക്കത് ബെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്ത് ഇല്ലെങ്കിൽ, അവർക്കൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ ആണ് ശരിക്കും ഈ ഇന്റഗ്രേറ്റഡ് മെഡിസിനൽ അപ്രോച്ച് എന്ന് പറയുന്നത്, ഒരു സമഗ്രമായ ചികിത്സാ രീതി. അപ്പൊ അതില് കേരളം അല്ലെങ്കിൽ ഇന്ത്യ, ശരിക്കും ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ നമുക്കറിയാം, ആയുർവേദവും യോഗയും ഒക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആണ്. അപ്പൊ ശരിക്കും ഈ ഇന്ത്യ ഒരു റോൾ മോഡൽ ആവേണ്ട ഒരു കാലമാണ്. ഹോമിയോപ്പതി ഇവിടെ വൈഡ് സ്പ്രെഡ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട്, എന്നാൽ കൺവെൻഷണൽ സിസ്റ്റംസ് വേണ്ടുന്നിടത്ത് അത് കൊടുക്കുക. പക്ഷെ അത് അവിടെ ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന തലത്തിനപ്പുറം പേഷ്യന്റിനൊരു ഇൽനെസ് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അതെല്ലാം ലൈ ചെയ്യുന്നത് ഒരു ഇന്റഗ്രേറ്റഡ് മെഡിസിന്റെ ഡൊമെയിനിൽ തന്നെയാണ്. ഇനിയുമുള്ള ഭാവിയിൽ കാണാൻ പോകുന്ന കണ്ടീഷൻസിൽ ഏറെയും പരിഹരിക്കാൻ പെടുന്നത് അങ്ങനെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ഇന്റർവെൻഷനിലൂടെയാണ്. അപ്പൊ എല്ലാ സിസ്റ്റംസിന്റെയും ഒരു നല്ല ആസ്പെക്ട് പേഷ്യന്റിന് കിട്ടത്തക്ക രീതിയിലുള്ള ട്രെയിനിങ് തന്നെ ആയിരിക്കണം ഇനിയുള്ള മെഡിക്കൽ സ്റ്റുഡൻസിന് പോലും കൊടുക്കേണ്ടത്. കാരണം ഇപ്പൊ ഞാൻ പാലിയേറ്റീവ് കെയറിൽ കിഴക്കേക്കോട്ട ആശുപത്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ പലപ്പോഴും അടുത്തുള്ള ആയുർവേദ ഹോസ്പിറ്റൽ ഉണ്ട്. അവിടെ പിന്നെ നിർത്താലയം എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. അവിടുത്തെ സൂപ്രണ്ട് ഒരുപാട് കുട്ടികളുടെ പ്രോബ്ലംസ് കൈകാര്യം, വൈകല്യമുള്ള കുട്ടികൾ, ന്യൂറോ ഡീജനറേറ്റീവ് ഇഷ്യൂസ് ഉള്ള കുട്ടികളെ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെഫർ ചെയ്യുമ്പോൾ നമ്മളുടെ രണ്ട് സിസ്റ്റവും അവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ പേഷ്യന്റിന് ഭയങ്കര വ്യത്യാസം കിട്ടുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാനത് എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മളുടെ ക്യാൻസർ പേഷ്യൻസ്, IPയിൽ കിടക്കുന്നവർക്ക് യോഗ, നമ്മളുടെ യോഗ ടീച്ചർ IP വാർഡിൽ വന്ന് അവർക്ക് ഉള്ള ഒരു ഹെൽത്തിൽ നിന്നും എങ്ങനെ മെച്ചപ്പെടുത്താം. ചിലർക്ക് നിന്നുകൊണ്ടെല്ലാം ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ഇരുന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെയിൻ റിലീഫ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്, അവർക്കൊരു വെൽനെസ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് അറിയാവുന്ന സിസ്റ്റംസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ പേഷ്യന്റിന് നല്ലൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റ് സിസ്റ്റംസിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് അതർ സിസ്റ്റംസിന്റെ മെറിറ്റ്സ് അല്ലെങ്കിൽ ഫിലോസഫീസ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇപ്പോൾ ഇനിയും കാണാൻ പോകുന്ന അസുഖങ്ങൾ, അത് ഇനിയും വരാൻ പോകുന്ന പാൻഡമിക് തലത്തിലുള്ള ന്യൂലി എമർജിങ് ഡിസീസസിന്റെ ആസ്പെക്ട് മുതൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ലൈഫ് ലിമിറ്റിംഗ് ക്രോണിക് ഡിസീസസിന്റെ തലത്തിലുള്ള എല്ലാം തന്നെയും ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ചിലൂടെ ആയിരിക്കണം സമീപിക്കേണ്ടത്. പേഷ്യന്റിന്റെ ഒരു വെൽബീയിങ് എന്നാലാണ് അഡ്രസ്സ് ചെയ്യപ്പെടുകയുള്ളൂ. ഹോമിയോപ്പതിയുടെ ഒരു സ്കോപ്പ് ഇരിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ വെൽബീയിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ ആ ഇൻഡിവിജ്വലിസ്റ്റിക് അപ്രോച്ചിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുമ്പോൾ ആ പേഷ്യന്റിന് കിട്ടുന്ന ഒരു റിലീഫ്, അത് ഏത് അസുഖമാണെങ്കിലും ആ ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശരിക്കും എല്ലാ സിസ്റ്റംസും നമുക്ക് കൃത്യമായ രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു നോളജ്, ഒരു അഡ്വൈസ് കൊടുക്കാൻ ഫിസീഷ്യന്റെ തലത്തിലും ആ ഒരു അറിവുണ്ടാവണം, ആ ഒരു താല്പര്യവും ഉണ്ടാവണം. റിസീവിങ് എൻഡിൽ പേഷ്യൻസ് ഡെഫിനറ്റ്ലി ബെനിഫിഷ്യറീസ് ആവുന്നത് ഇങ്ങനെയുള്ള ഒരു കറക്റ്റ് ഇന്റഗ്രേഷൻ വരുമ്പോഴാണ്. അപ്പൊ നമുക്ക് ശരിക്കും ഒരു മെഡിക്കൽ പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഡയഗ്നോസിസിന് ഇഫ് ദർ ഇസ് നോ ക്ലിയർ കട്ട് ഡിഫൈൻഡ് ആൻസർ, then there lies the possibility of integration. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ ഒരു ട്രെയിനിങ്ങിന്റെ ഒരു രീതി തന്നെ മാറ്റേണ്ട ഒരു കാലമാണ് എന്നും കൂടെ ആണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. വളരെ നല്ല നിർദ്ദേശമാണ്. സബ്കോ സന്മതി ദേവ് ഭഗവാൻ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ബിന്ദു, എന്ത് കോൺഫറൻസിനാ അപ്പം പാരീസിൽ എത്തിയിരിക്കുന്നത്?
ഇവിടെ ഇതൊരു വേൾഡ് കോൺഗ്രസ്, വേൾഡ് ഹെൽത്ത് കോൺഗ്രസ് ആണ്. അപ്പൊ അതിനകത്തും ഈ പറയുന്ന പോലെ എല്ലാ സിസ്റ്റംസും ഉണ്ട്. എല്ലാ സിസ്റ്റംസും അവരുടേതായ രീതിയിൽ എങ്ങനെയാണ് അപ്രോച്ച് ഫോർ ക്രോണിക് ഡിസീസസ് എന്നുള്ളതാണ് ഈ ഒരു കോൺഫറൻസിന്റെ ഒരു ടോപ്പിക്. അപ്പൊ കഴിഞ്ഞ മാസം ഞാൻ ചൈനയിലെ ഒരു കോൺഫറൻസിന് പോയപ്പോഴും അവരുടെ ഏക ടോപ്പിക് എന്ന് പറഞ്ഞാൽ the scope of integrative medicine in neurological and malignant disease conditions. അപ്പം ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ അവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുക വിത്ത് പോസിബിലിറ്റീസ് ഓഫ് പ്രോബബ്ലി അതർ സിസ്റ്റംസ് എന്നുള്ളതായിരുന്നു. അപ്പം അതേപോലെ തന്നെ അമേരിക്കയൊക്കെ പണ്ട് അതർ സിസ്റ്റംസ് ഓഫ് മെഡിസിൻസിന് അഗെയിൻസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള കണ്ടീഷൻസിൽ അവർ കുറച്ചും കൂടെ അങ്ങനെ, അതായത് ക്യാൻസറിലെ പലപ്പോഴും അതിന്റെ അഡ്വാൻസ്ഡ് കേസസിൽ കൺവെൻഷണൽ സിസ്റ്റത്തിന് ഫുള്ളി കംപ്ലീറ്റ് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവരും ഇപ്പോൾ വളരെ ഓപ്പൺ ആണ് ഫോർ എൻ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ഫോർ ആഡിങ് ഹോമിയോപ്പതി ആൻഡ് അതർ ഓൾട്ടർനേറ്റീവ് സിസ്റ്റംസ് ടു കൺവെൻഷണൽ സിസ്റ്റം. അപ്പം അതുപോലെയുള്ള ഒരു കോൺഫറൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് കഴിയുമ്പോൾ ഞാൻ അതിന്റെ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും IFPHലേക്ക് വരണം. നമ്മുടെ ഉപനിഷത്ത് മന്ത്രത്തിൽ പറയുമ്പോൾ സഹവീര്യം കരവാവഹൈ, യഥാർത്ഥ അർത്ഥം എല്ലാവർക്കും കിട്ടുമാറാകട്ടെ. നമുക്ക് ഡോക്ടർ ഷർമദ് ഖാനിലേക്ക് പോകാം. ഷർമദ് ഖാൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യണേ. നമസ്കാരം. പ്രിയമുള്ളവരെ, IFPHന്റെ 1767 പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ പ്രോഗ്രാം നല്ല രീതിയിൽ മോഡറേറ്റ് ചെയ്യുന്ന ഡോക്ടർ മനോജ്, അതുപോലെ തന്നെ വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു വെച്ച ഡോക്ടർ അജയകുമാർ, ഡോക്ടർ ബിന്ദു ജോൺ, സ്വാഗതം ആശംസിച്ച ശ്രീ ഷാലുരാജൻ, ഡോക്ടർ മറിയാമ്മ ജോൺ കൃതജ്ഞത അർപ്പിക്കാൻ വേണ്ടിയുണ്ട്. അതുപോലെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ ഒരു അവസരം തന്നതിന് ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇപ്പോ ബിന്ദു ജോൺ ഡോക്ടർ കൂടെ പറഞ്ഞ ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോംപ്രഹെൻസീവ് അല്ലെങ്കിൽ സമഗ്ര ചികിത്സ അത് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോസിറ്റീവായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. നമ്മൾ ഒരു കൃത്യമായ ഇടപെടലിലൂടെ അത് നമ്മുടെ പേഷ്യൻസിനും പ്രയോജനപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ചർച്ച ഉപയോഗപ്പെടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരു പക്ഷേ നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ ഈ ലോകത്താകമാനം നടക്കുന്ന സമഗ്ര ചികിത്സ എന്നുള്ള കാഴ്ചപ്പാട് കേരളത്തിലായിരിക്കും ഏറ്റവും അവസാനം വരാൻ സാധ്യതയുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ഇടപെടലുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. കോംപ്രഹെൻസീവ് ട്രീറ്റ്മെന്റിൽ ആ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു സംവിധാനം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതില്ലാതെ ഒരു രോഗിക്ക് അവരുടെ രോഗത്തിന് മാത്രമേ ചികിത്സിക്കുവാൻ കഴിയൂ, അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുവാൻ കഴിയില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഈ പേഷ്യന്റിനെ സമഗ്രമായി കാണണം എന്ന് പറയുന്ന ഒരു അവസ്ഥയും സമഗ്ര ചികിത്സയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരാളിന് വയറിന് ചികിത്സ ചെയ്യുമ്പോൾ അത് കാരണം മറ്റൊരു രോഗമായി പരിണമിക്കുന്ന ഒരു അവസ്ഥ മാറിയേ പറ്റൂ. ഒരാളുടെ തലവേദനയ്ക്ക് മരുന്ന് കഴിക്കുമ്പോൾ അവർക്ക് വയറുവേദന വരുന്നുണ്ടെങ്കിൽ അതൊരു സമഗ്ര ചികിത്സ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുപോലെ തന്നെയാണ് മൾട്ടി ഡിസിപ്ലിനറി കെയർ വരുമ്പോഴും. ഒരു അസുഖത്തിന്, ഇപ്പൊ ഉദാഹരണത്തിന് അലർജിക് ഡിസോർഡേഴ്സിന് ഒരു ഹോമിയോയുടെ ചികിത്സയാണ് ആ കുട്ടിക്ക് നല്ലത് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഹോമിയോപ്പതി സജസ്റ്റ് ചെയ്തുകൂടാ? അതുപോലെ ഒരാളുടെ വ്രണം ചികിത്സിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ ആയുർവേദ ചികിത്സയാണ് നല്ലതെങ്കിൽ എന്തുകൊണ്ട് ആയുർവേദ ചികിത്സ ചെയ്തുകൂടാ? എന്തുകൊണ്ട് പഞ്ചകർമ്മ ചികിത്സയാണ് നല്ലതെങ്കിൽ അത് ചെയ്തുകൂടാ? ഇതുപോലെ പ്രധാനപ്പെട്ടതാണ് ഇൻഡിവിജ്വൽ കെയർ. ആ ഇൻഡിവിജ്വൽ കെയറിന് പ്രാധാന്യം കൊടുക്കാത്തിടത്തോളം, അത് ആ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു കെയർ കിട്ടാത്തിടത്തോളം ഒരാളിന്റെ പ്രശ്നം സമഗ്രമായി പരിഹരിക്കാൻ കഴിയില്ല. അപ്പൊ സമഗ്ര ചികിത്സ എന്ന് പറയുമ്പോഴും ഇതും കൂടി അവിടെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം ബിന്ദു ജോൺ ഡോക്ടർ ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ സപ്പോർട്ട് കാര്യങ്ങളും ഒക്കെ പറഞ്ഞതുകൊണ്ട് അതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ വേണം എന്നുള്ളതാണ്. ഇത് ഈ നേരത്തെ ഈ ഒരു വിഷയത്തിൽ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്ന ഡോക്ടർ അജയകുമാറും ഡോക്ടർ ബിന്ദു ജോണും പറഞ്ഞത് കൂടാതെയുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി ഞാനൊരു 5 മിനിറ്റ് കൊണ്ട് പറയാം. നമ്മൾ സാധാരണ എന്ത് കാര്യം ചെയ്താലും അതിനൊരു SWOT അനാലിസിസ് എടുക്കാറുണ്ട്. എസ് ഫോർ സ്ട്രെങ്ത് എല്ലാവർക്കും അറിയാം, W വീക്ക്നെസ്, O ഓപ്പർച്യൂണിറ്റീസ്, T ത്രെറ്റ്സ്. ഇതില് സമഗ്ര ചികിത്സ നടപ്പിലാക്കിയാലുള്ള സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത്, ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്നത് പബ്ലിക് ഹെൽത്തിനാണ്.
ഒരു പേഷ്യന്റിനാണ്, പൊതുജനാരോഗ്യത്തിലാണ്. മാത്രമല്ല പ്രിവെന്റീവ് ആസ്പെക്റ്റിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്നത് സമഗ്ര ചികിത്സ ഉണ്ടെങ്കിൽ മാത്രമാണ്. ഇതുപോലെ പ്രധാനമാണ് ഈ ഡിസീസ് മാനേജ്മെന്റിനേക്കാൾ പലപ്പോഴും പ്രാധാന്യമുള്ളതാണ് ഹെൽത്ത്. അപ്പോൾ ആ ഹെൽത്ത് പ്രിവെന്റ് ചെയ്യുക എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. ഡിസീസ് മാനേജ്മെന്റിന് പ്രാധാന്യം ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷെ അതുപോലെയോ അതിനേക്കാൾ പ്രാധാന്യമോ നിലവിലുള്ള ഹെൽത്ത് സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതിന് ഉണ്ട്. ഇതുപോലെ തന്നെ സമഗ്ര ചികിത്സ നടപ്പിലായാൽ ഇന്ന് നമ്മൾ കാണുന്ന മരുന്നുപയോഗം, എല്ലാ സിസ്റ്റത്തിലുമുള്ള മരുന്നുപയോഗം ഇതിനേക്കാൾ കുറയും. ഇപ്പോൾ എന്തുമാത്രം മരുന്നുകളാണ് ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ? ഒരു ദിവസം കഴിക്കണ മരുന്നുകളുടെ അളവ് എത്രയാ? ഒരേ അസുഖത്തിന് തന്നെ പല സിസ്റ്റങ്ങളിൽ നിന്ന് മരുന്ന് കഴിക്കുന്നവർ എത്രമാത്രം ഉണ്ടെന്നാണ് വിചാരം? വല്ല കണക്കുമുണ്ടോ ഈ കാര്യത്തിൽ? ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ചികിത്സാ ചെലവ് പരമാവധി കുറയും. ഇപ്പോൾ എന്തുകൊണ്ടാണ് ചികിത്സാ ചെലവ് കൂടുന്നത്? ഒരു രോഗി അയാളുടെ രോഗത്തെ ചികിത്സിക്കുവാൻ വേണ്ടി പല സിസ്റ്റങ്ങളിലുള്ള ഡോക്ടർമാരെ കാണുന്നു. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കുന്നു. ലാബ് റിപ്പോർട്ട്, ഇമേജിംഗ്, അതുപോലെ തന്നെ മറ്റ് ചികിത്സകൾ, സർജറികൾ, ഇവയെല്ലാം ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും അടുത്തൊരു ചികിത്സയിലേക്ക് പോകുന്നു. എന്തിന്? അദ്ദേഹത്തിന്റെ നേരത്തെ ഉണ്ടായിരുന്ന അതേ അസുഖം ചികിത്സിച്ച് ഭേദമാക്കുവാൻ വേണ്ടി. ഈ സമഗ്ര ചികിത്സ വന്നു കഴിഞ്ഞാൽ ഒരു അഭിപ്രായ ഐക്യമുണ്ടാകും. എല്ലാ രോഗത്തെ സംബന്ധിച്ചും ആ രോഗിയെ സംബന്ധിച്ചും അയാളുടെ നിലവിലുള്ള ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയും അഭിപ്രായ ഐക്യമുണ്ടാകും. ആ രോഗിക്ക് തന്നെ ഒരു സെക്കൻഡ് ഒപ്പീനിയനോ തേർഡ് ഒപ്പീനിയനോ എടുക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി മറ്റൊരിടത്തേക്ക് പോകേണ്ടി വരില്ല. മാത്രമല്ല സമഗ്ര ചികിത്സ വന്നു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റാഫ്സ് കുറച്ചു മതി, ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ്. ഇത് വേറൊരു വിധത്തിൽ നമുക്ക് നമ്മുടെ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തുന്ന ഒരു സാധനമായിട്ടും പറയാമെങ്കിലും സർക്കാരിനെ സംബന്ധിച്ചും ഈ സ്റ്റാഫ് കുറവ് മതി എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരേ ജോലി ചെയ്യുന്ന ആൾക്കാർ ഈ 3 സിസ്റ്റത്തിലുമുണ്ട്. ഒരു പഞ്ചായത്തിൽ തന്നെ ഇപ്പോൾ നിലവിൽ കേരളത്തില് ആയുർവേദ, ഹോമിയോ, അലോപ്പതിക്കാരുണ്ടെങ്കിൽ അവിടുത്തെ സാനിറ്റേഷൻ വർക്കറും അവിടെയുള്ള ഫാർമസി അറ്റൻഡറും അവിടെയുള്ള പിന്നെ മറ്റ് പല കാര്യങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരുമൊക്കെ ഒരേ ആൾക്കാരാണ്. സെക്യൂരിറ്റി, ഇതെല്ലാം നമുക്ക് നമ്പർ ഓഫ് സ്റ്റാഫ്സ് കുറച്ചുകൊണ്ട് സർക്കാരിനാണ് ഏറ്റവും വലിയ നേട്ടം. സർക്കാരിന് അതേ സംഗതി വെച്ച് ആരോഗ്യ സംരക്ഷണത്തിന് മറ്റു പല കാര്യങ്ങൾക്കും ഈ പൈസ ചെലവാക്കുവാൻ കഴിയും. ക്വാളിറ്റി ഓഫ് ലൈഫ് ഇത്രയും ഇംപ്രൂവ് ചെയ്യുന്ന ഒരു സംവിധാനം വേറെ ഉണ്ടാകില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അതുപോലെ തന്നെയാണ് പിന്നെ ഈ ക്രോണിക് ഡിസീസസ്, പ്രത്യേകിച്ചും ഒരു വ്രണമൊക്കെ വന്നിട്ട് കുറെ ഏറെ നാൾ ചികിത്സിച്ചിട്ട് ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ള കാര്യം ഡോക്ടർ പോലും പറയാതെ രോഗി മനസ്സിലാക്കുന്നു. രോഗി മനസ്സിലാക്കിയിട്ട് ഒരു ബാൻഡേജും കെട്ടി എത്ര വർഷം എന്ന് പറഞ്ഞാൽ അവരൊക്കെ ജീവിക്കുന്നേ. ഒരു വെരിക്കോസ് വെയിൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ അൾസർ, എത്ര നാളായി രോഗി പിന്നെ ജീവിക്കുന്നത് കഷ്ടപ്പെട്ട്. ഇതുപോലെ തന്നെയല്ലേ പാലിയേറ്റീവ് കെയർ? ഇന്ന് കണ്ടുകൊണ്ട് ആരോഗ്യത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ നാളെ വീണുപോകുന്നു. അയാൾ പാലിയേറ്റീവ് കെയറിലേക്ക് പോയാൽ അയാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നശിച്ച് അയാൾ വളരെ കഷ്ടത്തോടെ എത്രയോ നാൾ പിന്നെയും ദൈവം ആയുസ് എടുക്കുന്നവരെ എന്നൊക്കെ പറയുന്ന അത്രയും നാൾ അദ്ദേഹം എന്ത് കഷ്ടപ്പാടോടുകൂടിയാണ് ജീവിക്കുന്നത്. ഇത് എല്ലാത്തിനും പരിഹാരമാകുന്ന ഒരു സ്ട്രെങ്ത് സമഗ്ര ചികിത്സ നടപ്പിലാക്കുന്നതിലൂടെ ഉണ്ടാകും. ഇതിന് വീക്ക്നെസ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള ഹെൽത്ത് സെറ്റപ്പുകളുണ്ട്. ആശുപത്രികളും മറ്റ് ഇൻവെസ്റ്റിഗേഷൻസും ഒക്കെ ഉൾപ്പെടെ, അല്ലെങ്കിൽ റിസർച്ച് സംവിധാനങ്ങൾ ഉൾപ്പെടെ, മരുന്ന് നിർമ്മാണ കമ്പനികൾ ഉൾപ്പെടെ ഹെൽത്ത് സെറ്റപ്പുകളുണ്ട്. അതിൻ്റെ സ്ട്രെങ്ത് കുറയും. അതൊരു വീക്ക്നെസ് ആയിട്ട് വേണമെങ്കിൽ കാണാം. അതുപോലെ സ്ഥാപനങ്ങൾ പലതും പൊളിയും ഇന്നുള്ള, അതൊരു വീക്ക്നെസ് ആണ്. അതുപോലെ ഇപ്പോൾ നടക്കുന്ന അനാവശ്യ പരിശോധനകൾ പലതും പിന്നെ നടത്താൻ കഴിയില്ല, നടത്തേണ്ടി വരില്ല, അതൊരു വീക്ക്നെസ് ആണ്. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്പർ ഓഫ് സ്റ്റാഫ്സ് കുറയുമെന്നുള്ളത് നമ്പർ ഓഫ് ജോബ്സ് ഓപ്പർച്യൂണിറ്റി കുറയുന്നു എന്നുള്ളതിൽ പരിഗണിച്ചാൽ അതും ഒരു വീക്ക്നെസ് ആണ്. എന്നാൽ ഓപ്പർച്യൂണിറ്റീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ സമഗ്ര ചികിത്സ എന്നുള്ള കൺസെപ്റ്റിൽ മാത്രം ഗവൺമെന്റ് തലത്തിലും പ്രൈവറ്റ് തലത്തിലും ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് വീണ്ടും മാനുഫാക്ചർ ചെയ്യപ്പെടും. സാമ്പത്തിക ഭദ്രത സർക്കാരിനെ സംബന്ധിച്ചും അതുപോലെ സ്വന്തം കാര്യത്തിലും ഈ സമഗ്ര ചികിത്സ വന്നു കഴിഞ്ഞാൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാകും പേഷ്യൻസിന് ഉൾപ്പെടെ. അതുപോലെ തന്നെയാണ് കോലൊക്കേഷൻ. ഇതെല്ലാറ്റിനും കൂടെ പല സംവിധാനങ്ങൾ വേണ്ട, പല ആശുപത്രികൾ വേണ്ട. ഇതെല്ലാം കൂടെ ഒരു സെന്ററിൽ എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് 3 കെട്ടിടങ്ങളായിട്ടോ അല്ലെങ്കിൽ ഈ 3 കെട്ടിടങ്ങളും കൂടെ ഒരുമിച്ചോ, രോഗമാണ് പ്രധാനമെങ്കിൽ
അവരുടെ ആരോഗ്യമാണ് പ്രധാനമെങ്കിൽ ഈ കോലൊക്കേഷൻ കൊണ്ട് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറയ്ക്കുവാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് നിലവിലുള്ള ത്രെറ്റ്സും കൂടെ അതിൽ പരിശോധിക്കണം. അത് ഗവൺമെന്റ് ഡിസിഷനാണ് ഒരു ത്രെട്ട്. അതുപോലെ തന്നെയാണ് മറ്റ് ഈ വലിയ ബിസിനസ്സുകാരുടെയും ഹെൽത്ത് ലോബികളുടെയും എതിർപ്പും ഒരു ത്രെട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സോട്ട് അനാലിസിസിൽ പറയുവാനുള്ളത്. ഇത് വെച്ചിട്ട് ഇനി ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുവാൻ വേണ്ടിയിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ചർച്ചകൾ ഉണ്ടാകേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ശാസ്ത്രം പറയുന്നത് എല്ലാം ചെയ്തു, പക്ഷേ രോഗി മരണപ്പെട്ടു എന്ന് സാധാരണക്കാർ പറയുന്നത് അയ്യോ അത് ശരിയാണല്ലോ എന്ന് നമുക്കെങ്കിലും തോന്നാതിരിക്കണമെങ്കിൽ നിലവിലുള്ള ചികിത്സാ സമ്പ്രദായം, ചികിത്സാ രീതി മാറിയേ പറ്റൂ. നന്ദി. അതെ, മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ മാറ്റുന്നത് നിങ്ങളെയല്ലയോ എന്ന് പറഞ്ഞ് നമ്മളെല്ലാം അതിനകത്ത് പെടുമെന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ഷർമദ് ഖാൻ ഡോക്ടർ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, നല്ലൊരു പ്രഭാഷകനാണ്. എനിക്ക് തോന്നുന്നു ഡോക്ടർ CK രാമേന്ദ്രന് ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ആയുർവേദ പ്രഭാഷകൻ തീർച്ചയായിട്ടും ഷർമദ് ഖാൻ ഡോക്ടർ തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞ ഒരു സമഗ്ര ചികിത്സയിൽ ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ രമാദേവി ഡോക്ടർ അടുത്ത കാലത്ത് ഒരു ചികിത്സയ്ക്കായിട്ട് ആശുപത്രിയിൽ പോകുകയുണ്ടായി. അപ്പോ എവിടെയൊക്കെ അത് ഉപയോഗപ്പെട്ടു എന്നുള്ള ഡോക്ടർ തന്നെ പറയും. ഡോക്ടറെ 5 മിനിറ്റ് രമാദേവി ഡോക്ടറെ. അപ്പൊ അനുഭവസ്ഥര് പറയുമ്പോഴാണ് യഥാർത്ഥ. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? Thank you, Manoj. ഓർഗനോൾ, നമ്മുടെ ബൈബിളായ ഓർഗനോളിന്റെ ആദ്യത്തെ വാക്ക് അത് തന്നെ, ഫോർസ് തന്നെ, ദ ഫിസിഷ്യൻസ് ഹൈ ആൻഡ് ഓൺലി മിഷൻ ഈസ് ടു റിസ്റ്റോർ ദ സിക്ക് ടു ഹെൽത്ത് ടു ക്യൂർ ആസ് ഇറ്റ് ഈസ് ടേംഡ്. അതാണ് നമ്മുടെ ഒരു രോഗിയെ സംബന്ധിച്ചോളം, ദേ ആർ നോട്ട് സിക്ക്, ദേ ആർ ഹാർട്ട് സിക്ക്. അവര് നമ്മളെ വൈദ്യോ നാരായണോ ഹരി എന്ന് പറഞ്ഞിട്ടാണ് അവർ വരുന്നത് നമ്മുടെ അടുത്തേക്ക്. അപ്പോൾ അവർക്ക് എങ്ങനെയായാലും അവർക്ക് ആരോഗ്യം തീണ്ടു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന കടമ. അവിടെ നമ്മൾ ഒരു ഈഗോയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഈ എന്താ പറയുന്നത്, ശാരീരികവും മാനസികവും ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള എല്ലാ വിധത്തിലും അവർക്ക് ലക്ഷണം മാത്രം മാറിയാൽ പോരാ. ദേ ഷുഡ് ബി ഹെൽത്തി. പിന്നെ രണ്ടാമത് ഡോക്ടർ അജയ് പറഞ്ഞു ഡെഡ് ബോഡിയും ലിവിങ് ബോഡിയും തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങളുടെ ഹോമിയോപ്പതിയുടെ ഞങ്ങളുടെ പ്രിൻസിപ്പിള് തന്നെ വൈറ്റൽ ഫോഴ്സ്. ആ വൈറ്റൽ ഫോഴ്സ് ആണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡെഡ് ബോഡി ആസ് വെൽ ആസ് ദി ലിവിങ് ബോഡി. ആ വൈറ്റൽ ഫോഴ്സ് ഇല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞു. അതാണ് നമ്മളിപ്പോ കൈ പൊക്കണം എന്ന് വിചാരിച്ചാല് അവിടെ ഒരു മെക്കാനിക്കൽ ഇതൊന്നുമില്ല. നമ്മൾ ആ മനസ്സിലുള്ള ആ ചോദ്യം, ആ വൈറ്റൽ ഫോഴ്സ് ആണ് ആ കൈ പൊക്കാൻ നമ്മളെ അനുവദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു എത്ര രോഗികളാണെങ്കിലും അവരുടെ വൈറ്റൽ ഫോഴ്സ് ഓൾറൈറ്റ് അല്ലെങ്കിൽ നമ്മൾ എത്ര മെഡിസിൻ കൊടുത്താലും അവരെ നമ്മൾ റിക്കവർ ചെയ്യാൻ സാധിക്കില്ല. അതാണ് ഡോക്ടർ അജയ് പറഞ്ഞത്. ആ വൈറ്റൽ ഫോഴ്സ് അവിടെ വീക്കായി പോയി. അതാണ് ആ രണ്ട് രോഗികളെ തമ്മിലുള്ള വ്യത്യാസം ആയിട്ട് മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, എനിക്ക് എത്രയോ പേര് ഇവിടെ ഗൈനക്കോളജിസ്റ്റ് ഇഷ്ടം പോലെ പേര് എനിക്ക് കേസ് റെഫർ ചെയ്തിട്ടുണ്ട്. എനിക്ക് അവരോട് മനസ്സിൽ ആരാധനയാ തോന്നുന്നത്. എനിക്ക് പേഷ്യൻ്റ് അയക്കുന്നതുകൊണ്ടുമല്ല, അവർക്ക് നമ്മളെ സമീപിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം സിസ്റ്റം അല്ലെങ്കിൽ വേറെ സിസ്റ്റം ആണെങ്കിലും അതിൽ കഴിയുമെങ്കിൽ അവരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്നുള്ളത് അവരുടെ ഒരു കർത്തവ്യമാണ്. പറയില്ലേ, നമ്മള് വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തില്ലെങ്കിലും കൂട്ടുപുരയിലേക്കുള്ള വഴിയെങ്കിലും കാണിച്ചു കൊടുക്കാൻ പറയും എന്ന് പറഞ്ഞ പോലെയാണ്. ആരും അതൊരു ഇപ്പൊ എന്റെ സിസ്റ്റമാണ് വലുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ഡിഫക്റ്റും ഉണ്ട് ഇഫക്റ്റും ഉണ്ട്. ഇപ്പൊ എനിക്കൊരു സർജറി വേണ്ടി വന്നപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ എനിക്ക് ഏറ്റവും നല്ല സ്വീകരണമാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. അതുകൊണ്ട് ആ സമഗ്ര ചികിത്സയെ പറ്റി ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നതാണ്, നമ്മൾ ആരും ഒരു ഈഗോ വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മുടെ മുമ്പിലിരിക്കുന്ന രോഗിക്ക് എങ്ങനെ ആശ്വാസം കൊടുക്കാൻ പറ്റും എന്നുള്ളതായിരിക്കണം നമ്മുടെ ഇത്. ഇപ്പോൾ അവർക്ക് ശാരീരികമായിട്ടാണെങ്കിൽ നല്ല ഫുഡ്, അവർക്ക് സമ്പുഷ്ടമായിട്ടുള്ള ഫുഡ് നമുക്ക് അഡ്വൈസ് ചെയ്യാം. അത് മാനസികമാണെങ്കിൽ അവർക്ക് മെഡിറ്റേഷനോ യോഗയോ അതെല്ലാം പറഞ്ഞു കൊടുക്കാം. അതല്ല അവർക്ക് അല്ലാതുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുക. ഇതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഡോക്ടർ അജയ് കുമാറിനോട് ഒരു വലിയ നന്ദി പറയാണ് ഞാൻ. ഒരു കാർഡിയോളജിസ്റ്റ് ആയിട്ടും ഹോമിയോപ്പതിയുടെ ഗുണങ്ങൾ പറയാൻ മടിക്കാത്ത ഡോക്ടർക്ക് ഒരു ബിഗ് സല്യൂട്ട്.
രമാദേവി ഡോക്ടർ വിദ്യാരാജ കോളേജിൽ വിദ്യാർത്ഥിനി തന്നെ ആയിരുന്നു 9 വർഷം മുമ്പല്ലേ ഡോക്ടറെ? ഫസ്റ്റ് DHMSലെ ഫസ്റ്റ് ബാച്ച് ആയിരുന്നു ഞങ്ങള്. എത്ര വർഷമായി ഡോക്ടറെ? 50 കഴിഞ്ഞു. 75 ഞാൻ പ്രാക്ടീസ് ചെയ്തു. ഇപ്പൊ 50 കൊല്ലായി. ഈ ഏപ്രിൽ 10-ാം തീയതി ആകുമ്പോ, ഏപ്രിൽ 10-ാം തീയതി ഞാൻ ക്ലിനിക്ക് തുടങ്ങിയത്. 50 കൊല്ലായി. ഓക്കെ, ശരി. 74 ഇത് കഴിഞ്ഞ് 75 ഞാൻ ഹൗസ് സർജൻസി കഴിഞ്ഞ് വന്നു. ഡോക്ടർക്ക് അടുത്തിടെ സർജറിയുടെ ആവശ്യം വന്നു. ആ സമയത്ത് ഛർദിൽ അനസ്തേഷ്യയുടെ എഫക്ട് ഒഴിവാക്കാൻ അതെ, അത് ഞാൻ പറയട്ടെ. ഞാൻ ഇതില് ഞാൻ സർജറിക്ക് പോയി കഴിഞ്ഞിട്ട് എന്നെ ഇത് ചെയ്യുമ്പോൾ ഡോക്ടർക്ക് ഒരു ചെറിയ ഡോക്ടറാണ്. ഡോക്ടർക്ക് ഉള്ളിൽ ഇത്തിരി പേടി ഉണ്ടായിരുന്നു. എന്നാലും 77 വയസ്സായല്ലോ, അപ്പൊ എങ്ങനെയായിരിക്കും ഞാൻ അനസ്തേഷ്യ ഇത് ചെയ്യുന്നത്? അനസ്തറ്റിസ്റ്റിനും അതെ, ഈ ഡോക്ടർക്കും ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഡോക്ടർ മനോജ് പറഞ്ഞിട്ട് ഞാൻ ആദ്യം അതില് ഒരു അക്കണൈറ്റ് 10 കഴിച്ചു. അത് കഴിഞ്ഞ് സ്റ്റാബ്സാഗിരിയ കഴിച്ചു. പിന്നെ അസറ്റിക് ആസിഡും 2 ഡോസ് കഴിച്ചു. 2 ഡോസ് കഴിച്ചിട്ടാണ് ഞാൻ പോയത്. എൻ്റെ ഒപ്പം ആ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ ഒരു 6 പേരുണ്ടായിരുന്നു. ഈ 6 പേരിൽ 5 പേരും എൻ്റെ ചുറ്റും ഇരുന്നുകൊണ്ട് ഛർദിലോട് ഛർദില്. ഞാനാണെങ്കിൽ ഈ അസറ്റിക് ആസിഡ് കഴിച്ചതുകൊണ്ട് എനിക്ക് ഈ അസറ്റിക് ആസിഡിലെ ഒരു സിംറ്റം, ഇറ്റ് പ്രിവെന്റ്സ് ദ വോമിറ്റിംഗ് ആഫ്റ്റർ അനസ്തേഷ്യ. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പൊ എനിക്ക് ഇവര് ഛർദിക്കണ കണ്ടിട്ട് എനിക്ക് ഓക്കാനം വരുന്നു എന്നല്ലാതെ എനിക്ക് ഛർദിലൊന്നും വരുന്നില്ല. എന്നിട്ട് ഈ ഡോക്ടർ എല്ലാവരും വന്നിട്ട് എൻ്റെ അടുത്ത് ഇടയ്ക്ക് ഇവരെയൊക്കെ വന്ന് കാണുമ്പോൾ എൻ്റെ അടുത്ത് എനിക്കും ഒന്നും ഇല്ലല്ലോ അല്ലേ, ഡോക്ടർക്ക് ഒന്നും ഇല്ലല്ലോ? ഞാൻ പറഞ്ഞു ഒന്നുമില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഡോക്ടർ ചോദിച്ചു, എങ്ങനെയാ ഡോക്ടർ ആൻറ്റി ഇങ്ങനെ? ഡോക്ടർക്ക് ഒരു ഇതും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾ മെഡിസിൻ കഴിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ മെഡിസിൻ കഴിച്ചിട്ടാണ് വരുന്നതിന്. ഇപ്പോൾ വേഗം എന്നെ ഇങ്ങനെ തോളിൽ തട്ടിയിട്ട് വെരി ഗുഡ്, അങ്ങനെയുള്ള ഇത് മെഡിസിൻ ഉണ്ടോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എല്ലാ ഫീൽഡിലും എല്ലാവർക്കും ഉണ്ട്. അത് നമ്മൾ ആവശ്യം വരുമ്പോൾ നമ്മൾ ഉപകരിക്കും. അത് നമ്മുടെ ഒരു ബ്ലെസ്സിങ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓരോ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ കൃത്യമായ രീതിയിലുള്ള മരുന്നുകൾ പ്രയോഗിക്കണം. നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, രോഗിക്ക് ശാന്തി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. വളരെ നന്ദി ഡോക്ടർ. അതുപോലെ തന്നെ സ്റ്റാബ്സാഗിരിയ കഴിച്ചപ്പോ ഒട്ടും എനിക്ക് ആന്റിബയോട്ടിക്സ് 3 ദിവസമേ തന്നുള്ളൂ. നല്ലോണം ഉണങ്ങി എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ആന്റിബയോട്ടിക്സ് 3 ദിവസം കൊണ്ട് അതും നിർത്തി. സ്റ്റാബ്സാഗിരിയാണ് ഞാൻ കഴിച്ചത് ലാൻസിനേറ്റിംഗ് വൂണ്ടിന്. അതെ, ഇതിന്റെ വലിയ സാധ്യതയാണ്. അജയകുമാർ സാർ ഉണ്ടോ സാറേ? അജയകുമാർ സാർ ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഉണ്ട്, അതെ, തിരക്കായിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. ഓരോരുത്തർക്കും എന്താണ് വേണ്ടത് അവിടെ അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതായത് പിന്നെ വസ്ത്രാക്ഷേപം നേരിട്ട പാഞ്ചാലിയെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സഹായിക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു. അവസാനം പാഞ്ചാലി പറയുന്നുണ്ട്, ഭഗവാനെ അങ്ങനെക്ക് വസ്ത്രം തന്നു എന്ന്. അപ്പം ശ്രീകൃഷ്ണൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, പാഞ്ചാലി അത് എന്റെ കഴിവല്ല, നീ കൊടുത്തത് നിനക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പം നീ ആവശ്യം പോലെ വസ്ത്രം കൊടുത്തിട്ടുള്ളൂ, നിനക്കൊരു ആവശ്യം വന്ന വസ്ത്രം കിട്ടിയെന്ന്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മൾ നിൽക്കുന്ന അത്രയും ഒരു നിർണായകമായ ഒരു പോയിന്റിലാണ് ചികിത്സ എന്ന് പറയുന്നത്. ശരിക്കും ആളുകൾ ദൈവത്തെ പോലെ കാണുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വലിയ വിശാലമായ കാഴ്ചപ്പാടുണ്ടാകുന്നുണ്ട്. സാർ, അജയകുമാർ സാറേ, സാർ ഫൈനലായിട്ടുള്ള മനോജ് സർ, ഞാൻ പറയായിരുന്നു ഡോക്ടർ ചോദിച്ചില്ലേ, അജയ് ചോദിച്ചില്ലേ ലിവിങ് ബോഡിയും ഡെഡ് ബോഡിയും തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങളുടെ ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിൾ തന്നെ ഇത് വൈറ്റൽ ഫോഴ്സ്. ആ വൈറ്റൽ ഫോഴ്സ് ആണ് ആ വ്യത്യാസം. ആ വൈറ്റൽ ഫോഴ്സ് ഇല്ല. അതുകൊണ്ടാണ് ഇപ്പൊ കുട്ടി പറഞ്ഞില്ലേ, 2 പേഷ്യൻസ് വന്നു, ഒരാള് ഒന്നും വലിയ സീരിയസ് ഒന്നും ആയിരുന്നില്ല, എന്നിട്ടും ഞാൻ മറ്റുപോകും, ഡെഡ് ബോഡിയെ കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു. മറ്റേ ആള് പറഞ്ഞു എനിക്ക് ഭയങ്കര സീരിയസ് ആണ്, എന്നിട്ടും ഞാൻ രക്ഷപ്പെടുന്നു. ആ വൈറ്റൽ ഫോഴ്സ് ലൈവ് ആയിരുന്നു, അവിടെ ആക്റ്റീവ് ആയിരുന്നു. മറ്റേത് വൈറ്റൽ ഫോഴ്സ് ഡള്ളായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ എത്ര മെഡിസിൻ കൊടുത്താലും ആ വൈറ്റൽ ഫോഴ്സ് ലൈവ് ആക്റ്റീവ് അല്ലെങ്കിൽ നമുക്ക് മെഡിസിൻ അവിടെ ആക്ട് ചെയ്യില്ല. ആ വൈറ്റൽ ഫോഴ്സ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്നതേ ഉള്ളൂ. നമ്മളൊരു ആയുധം കൂടി കൊടുക്കുന്നു. അവർക്ക് പറ്റാത്തതുകൊണ്ട് നമ്മളൊരു ആയുധം കൂടി മെഡിസിന്റെ രൂപത്തിൽ കൊടുക്കുന്നു. അതാണ്. മാഡം, ഞാന് ഒരു എന്ത് റെസ്പോൺസ് ആണ് ഹോമിയോപ്പതി ഡോക്ടേഴ്സിൽ നിന്ന് ഞാൻ ആ പറഞ്ഞതിൽ പ്രതീക്ഷിച്ചതോ അതാണ് മാഡം കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞത്. ഈ വൈറ്റൽ ഫോഴ്സിനെ കുറിച്ച് പറയേണ്ടത് ഞാനല്ലല്ലോ, അത് ഹോമിയോപ്പതി ഡോക്ടേഴ്സ് ആണ്. അത് പറയാനുള്ള ആർജവം, ശക്തിയുക്തമായിട്ട് നമ്മുടെ ആ സയൻസ്, ഹോമിയോപ്പതിയുടെ ബേസിക് സയൻസ് മുമ്പോട്ട് വെക്കാനുള്ള ആർജവം
അത് മാഡം കാണിക്കുന്നു. മാഡം ഇത്രയും തലമൂത്ത ഒരു ഹോമിയോപ്പതി ഡോക്ടർ അത് കാണിക്കുന്നു. അത് നമ്മുടെ അടുത്ത തലമുറ കൊച്ചു പിള്ളേര് അവര് കാണിക്കണം. അവർ ഈ മോഡേൺ മെഡിസിനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് അവരുടെ മുമ്പിൽ പോയി ഓച്ചാനിച്ചിരിക്കുക, അല്ലെങ്കിൽ അവർ പറയുമ്പോൾ തല കുനിച്ചിരിക്കുക, അങ്ങനെയല്ല. അവരത് നമ്മുടെ ആ കറക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ആ ലോജിക്കും. ഇപ്പൊ തന്നെ ചില ആൾക്കാർ പറയും ഹോമിയോപ്പതിയില് പൊട്ടന്റൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് മരുന്നിനെ ഇങ്ങനെ ഡയലൂട്ടാക്കി പോകുമ്പോൾ വാട്ട് ഈസ് ഇറ്റ്, ഹൗ ക്യാൻ ഇറ്റ് ബി മോർ ഇഫക്റ്റീവ്? ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് ദ ബേസിക് ലോ ഓഫ് ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി എന്ന് പറയുമല്ലോ. അവിടെ നിങ്ങൾ മുമ്പോട്ട് വെക്കേണ്ട ആ പോയിന്റ് ആണ് മാഡം ഇപ്പോൾ പറഞ്ഞത്. ആ വൈറ്റൽ ഫോഴ്സ്, വാട്ട് ഈസ് ദ എനർജി വിച്ച് keeps the life inside your body. സ്പിരിച്വൽ അതാണ് ബോഡി എന്ന് പറയുന്നതിന് വാല്യൂ ഇല്ല. ബിക്കോസ് വൺസ് ലൈഫ് ഗോസ് ഔട്ട് ഓഫ് ദ ബോഡി, ഇറ്റ്സ് ഡെഡ് ബോഡി. നമ്മൾ അതുവരെ അയാൾക്ക് പേരുണ്ട്. ഡോക്ടർ അജയ് കുമാർ എന്ന് കാണും, അല്ലെങ്കിൽ ഒരു മുഹമ്മദ് എന്ന് കാണും, അല്ലെങ്കിൽ ഒരു മാത്യു എന്നായിരിക്കും അവന്റെ പേര്. പക്ഷെ ഈ പറയുന്ന എല്ലാവരും ആ ലൈഫ് ഫോഴ്സ് അവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൺലി മലയാളത്തില് ബേസിക് ആയിട്ട് ശവം എന്നുള്ള ഒരു വാക്ക് മാത്രമേ പറയാനുള്ളൂ. 24 hours അതിനെ എങ്ങനെയെങ്കിലും ഒന്നെങ്കിൽ കുഴിച്ചിടുക, അല്ലെങ്കിൽ കത്തിച്ചു കളയുക, അല്ലെങ്കിൽ പക്ഷികൾക്ക് തിന്നാൻ കൊടുക്കുക. നമ്മുടെ ഈ ഇവരുടെ സൊറാസ്ട്രിയൻ ഇതുണ്ട്, പാഴ്സികളുടെ ഒരു രീതി എന്ന് പറഞ്ഞാല് എന്നുള്ളതാണ് അവരുടെ കൺസെപ്റ്റ്. നമ്മുടെ ഒരു നമ്മുടെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിക്ക് വലിയ വാല്യൂ ഒന്നുമില്ല, ഇത്രയും പെട്ടെന്ന് യു ബേൺ ഇറ്റ് ആൻഡ് ഗിവ് ഇറ്റ് ബാക്ക് ടു മദർ എർത്ത് എന്നുള്ളതാണ് കൺസെപ്റ്റ്. അത് കുഴിച്ചിടുമ്പോഴും അത് തന്നെയാണ് നമ്മൾ ബേസിക്കലി ചെയ്യുന്നത്. സോ ഇപ്പം ചില ആൾക്കാർ പറയും ദ ഓൺലി എന്താണ് നേച്ചർ ഫ്രണ്ട്ലി തിങ് യു ഡു ഇൻ യുവർ ഹോൾ ലൈഫ് ഈസ് ഗിവിംഗ് യുവർ ബോഡി ബാക്ക് ടു മദർ എർത്ത് വെൻ യു ഡൈ. അതുവരെ നിങ്ങൾ വാട്ട് എവർ യു ആർ ഡൂയിങ് ഈസ് അഗൈൻസ്റ്റ് നേച്ചർ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ജീവജാലങ്ങളോട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അറ്റ്ലീസ്റ്റ് മരിക്കുമ്പോഴെങ്കിലും പ്ലീസ് ഗിവ് യുവർ ബോഡി ബാക്ക് ടു ദ മദർ എർത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആ ലൈഫ് ഫോഴ്സിനെ പറ്റി മാഡം പറഞ്ഞ പോയിന്റ് ആണ് ഐ വോണ്ട് ടു ഹൈലൈറ്റ്. ഞാനത് പറയാത്തെന്ന് പറഞ്ഞാൽ മോഡേൺ മെഡിസിൻ ഇരുന്നുകൊണ്ട് എനിക്കത് പറയാൻ പറ്റത്തില്ല. അത് പറയേണ്ട വ്യക്തികൾ ഹോമിയോപ്പതിയിലെ ലീഡിംഗ് ലൈറ്റ്സ് ആയിട്ട് മാഡത്തിനെ പോലുള്ളവരാണ്. സോ ഞാൻ എന്റെ ഇവിടുത്തെ പഞ്ചഭൂതാത്മകമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. പഞ്ചഭൂതാത്മകമാണല്ലോ നമ്മുടെ ശരീരം. ആ ശരീരം ആ പഞ്ചഭൂതങ്ങൾക്ക് തിരിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. പൃഥ്വി, അപ്പ്, തേജോ, വായു, ആകാശം, അതൊക്കെയാണ് നമ്മുടെ ബോഡി. അതങ്ങ് തിരിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. താങ്ക് യു അജയ്. നല്ല ഞങ്ങളെ വലിയ സന്തോഷം. ബ്യൂട്ടിഫുൾ ഡിസ്കഷൻ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് യു ആർ ഡൂയിങ്, ബ്രിങ്ങിങ് ഇൻ whatever possible different ways of thinking. ഹ്യൂമൻ റേസ് ഇപ്പൊ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ whatever possibilities are there for looking at health and disease in different ways. പിന്നെ ഉള്ളത് നമുക്ക് വേറെ ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ചൈനീസ് ഒക്കെ പറയുന്നുണ്ട് ആൾക്കാർ, അതൊന്നും നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ മോഡേൺ മെഡിസിൻ, ഹോമിയോപ്പതി ആൻഡ് ആയുർവേദ, ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള. പിന്നെ ഉള്ളത് എനിക്കൊന്ന് സിദ്ധ, യുനാനിയൊക്കെ ഉണ്ട്. whatever it is, നമ്മൾ അവരെ എല്ലാവരെയും കൊണ്ടുവരിക. whatever they want to say, let them say. Let us hear from every side. ആനോ ഭദ്ര തൃതോ യന്തു വിശ്വതഃ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യു ബി ഓപ്പൺ ടു എവറിത്തിങ്, ഡോണ്ട് ഹാവ് എ ക്ലോസ് മൈൻഡ്. whatever comes your way, you look at it, scientifically assess it. ഭഗവത്ഗീത മുഴുവൻ പറഞ്ഞ് 18 ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഭഗവാൻ വിശ്വരൂപം കാണിച്ചിട്ട് അവസാനം പറഞ്ഞത്, അർജുന നീ ഇതൊക്കെ കണ്ടു, വിശ്വരൂപം കണ്ടു, എല്ലാം കാര്യം തന്നെ, പക്ഷെ നീ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നീ ഒന്നും വിശ്വസിക്കേണ്ട. യു തിങ്ക് അബൌട്ട് ഇറ്റ്, യു കം ടു എ ഡിസിഷൻ, യു ടേക്ക് യുവർ ഓൺ പാത്ത് ഇൻ യുവർ ലൈഫ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മുടെ ഓപ്പൺ മൈൻഡ് എന്ന് പറയുന്നത്. ആ ഒരു ഓപ്പൺ മൈൻഡ് യു ഷുഡ് ഓൾവേസ് ഹാവ്. അതാണ് ഹെൽത്തിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഹ്യൂമൻ മാത്രമല്ല, ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി പാർട്ട് ഓഫ് ദ ലൈഫ് ഇൻ എർത്ത്. മൾട്ടിപ്പിൾ അതർ ലെവൽസ് ഓഫ് ലൈഫ്. ലൈഫ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഇസ് എ ഹ്യൂജ് തിങ്. ഇറ്റ് ഇസ് നമ്മള് യൂണിവേഴ്സിലേക്ക് നോക്കുമ്പോൾ പീപ്പിൾ സേ ഇറ്റ്സ് എ ഹ്യൂജ് യൂണിവേഴ്സ് എന്ന് പറയും. പക്ഷെ അതിനേക്കാൾ ഹ്യൂജ് ആണ് ദ ഇറ്റേണൽ യൂണിവേഴ്സ് ഓഫ്
നമ്മുടെ ബോഡി ആൻഡ് അവർ ഹെൽത്ത് എന്ന് പറയുന്നത്. അതൊരു ഹ്യൂജ് ഒരു ആസ്പെക്ട് ആണ്. അപ്പൊ അതിലേക്ക് വെച്ച് നോക്കുമ്പോൾ യു ഷുഡ് ഹാവ് എൻ ഓപ്പൺ മൈൻഡ്. അവിടെ ക്ലോസ് മൈൻഡോടുകൂടി നമ്മൾ സങ്കുചിതമായ ചിന്താഗതിയോടുകൂടി അല്ല അപ്രോച്ച് ചെയ്യേണ്ടത്. ഹാവ് എൻ ഓപ്പൺ മൈൻഡ്. യു ഷുഡ് ഹിയർ എവരിബഡി, then take whatever you feel is correct. Thank you very much. തർക്കഗുരു. നമുക്ക് സലികുമാർ ഡോക്ടറിലേക്ക് പോവാം. സലികുമാർ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യ് ഡോക്ടറെ. സാറേ, ഞാൻ ഇതിനകത്ത് മ്യൂട്ട് ആയിപ്പോ സാറ്. അൺമ്യൂട്ട് ചെയ്യണേ സാറേ. ഓക്കെ. സാറേ, ഞാൻ കുറച്ച് വൈകി കയറേണ്ടി വന്ന ആളാണ്, ക്ഷമിക്കണം. എൻ്റെ മനസ്സിലുള്ള വലിയൊരു ആഗ്രഹമാണ് സാറേ, സാറിനെ പോലത്തെ ആളുകൾ ഇത് കേൾക്കണം. ഞങ്ങൾ ഹോസ്പിറ്റലുകളിലൊക്കെ ബോധമില്ലാതെ അല്ലെങ്കിൽ കോമയിൽ ഒക്കെ കിടക്കുന്ന ആളുകൾക്ക് രഹസ്യമായിട്ട് മരുന്ന് കൊടുത്ത് ഞങ്ങൾക്ക് അവരെ 24 hourനുള്ളിലൊക്കെ കണ്ണുറപ്പിക്കാൻ പറ്റുന്നുണ്ട്, ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഇത് ഇന്ന് താങ്കൾക്ക് അറിവില്ലായിരിക്കാം. ആ വിഷയമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടോ എന്ന് എനിക്ക് അറിയില്ല സാർ. ഇപ്പൊ ഞാൻ തന്നെ 10-20 രോഗികളെങ്കിലും എനിക്കൊരു കഴിഞ്ഞൊരു 5-6 വർഷത്തിനുള്ളിൽ രഹസ്യമായിട്ട് നമ്മൾ മരുന്ന് കൊടുത്തുവിടും. അത് രോഗിയുടെ ശരീരത്തിലെവിടെയെങ്കിലും സ്പർശിക്കും. അപ്പോൾ ഒരു 1-2 ദിവസം കൊണ്ട് അവർ ബോധം തിരിച്ചിട്ടു. 65 വയസ്സായ ഒരു സ്ത്രീ 2 ആഴ്ചയായിട്ട് കോമയിലായിരുന്നു. അതാണ് എനിക്ക് അവസാനം കിട്ടിയൊരു കേസ്. അവർ ബോധത്തിലേക്ക് തിരിച്ചു വന്നു. വേറൊരാള് ഒരു ലങ്സും അയാൾക്ക് നേരത്തെ റിമൂവ് ചെയ്തതാണ്. മറ്റേതിൽ ഇത് വന്നിട്ട് ലങ്സ് മൊത്തം ഫ്ലൂയിഡ് കെട്ടി നിൽക്കുകയാണ്, ബോധമൊന്നുമില്ല. കഴിഞ്ഞ അയാൾ മരിച്ചിട്ട് ഇപ്പം 50 ദിവസമായിട്ടുള്ളൂ. അയാള് വെന്റിലേറ്ററിൽ നിന്ന് അയാൾ എഴുന്നേറ്റ് അയാളെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തി. മൂന്ന് മെഡിസിൻ കൊടുത്ത് 3-ാം ദിവസം. പിന്നെ കുറച്ച് 1-2 ആഴ്ച കൂടി വേറെ അയാൾ കോംപ്ലിക്കേഷൻ വന്നാണ് മരിച്ചത്. 45 ദിവസം കോമ കിടന്ന ഒരാളെ രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈവൻ ഞങ്ങളുടെ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സർജറി സിസേറിയൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഈ ശാസ്ത്രങ്ങൾ തമ്മിൽ ഒരുമിച്ചാൽ ആളുകളുടെ മരണസംഖ്യ ആപത്തുകൾ കുറെ കൂടി ഒഴിവാക്കാൻ പറ്റും എന്ന് വിചാരിച്ച് അലോപ്പതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത് ഇവിടെ ഹോമിയോപ്പതിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അതേസമയം അലോപ്പതി ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് പേര് പറയുന്നില്ല, സംസ്ഥാനത്തെ ഒരു വലിയൊരു നേതാവിന് ഒരു വലിയൊരു ആക്സിഡന്റ് പറ്റി ഇപ്പൊ മരിച്ചു പോകുന്നുള്ള അവസ്ഥയിൽ വന്നു കഴിഞ്ഞപ്പോൾ രഹസ്യമായിട്ട് അത് കൊടുത്തതിന്റെ പേരിലാണ് അത് രക്ഷപ്പെട്ടത്. അധികം കാലമായിട്ടുള്ള സംഭവം. ഇങ്ങനെയൊക്കെ ഒരവസ്ഥ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് ഞാൻ മാത്രമല്ല, കേരളത്തിലെ ഹോമിയോപ്പതി ഡോക്ടർമാർ സീനിയറായിട്ട് ഹോമിയോപ്പതികൾക്ക് ഒട്ടനവധി അനുഭവങ്ങൾ പറയാൻ കാണും. അപ്പൊ ഇപ്പോഴും ഇത് കർട്ടന്റെ മറവിൽ നടക്കുകയാണ്. ഇത് സമൂഹം വെളിയിലേക്ക് കൊണ്ടുവരണ്ടേ ആരെങ്കിലും. അത് കേരളത്തിലാണ് അതിന് ഏറ്റവും കൂടുതൽ തടസ്സമുള്ളത്. മറ്റ് സ്റ്റേറ്റിലൊക്കെ പിന്നെ അനുവദിക്കും. ഇത് നമ്മൾ സമൂഹത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതല്ലേ, സമൂഹത്തിന്റെ ആവശ്യം വേണ്ടിയിട്ടില്ലേ. ഇതിനൊക്കെ എതിർക്കുന്ന ഡോക്ടർമാരുടെ വീട്ടുകാർക്ക് നാളെയൊക്കെ സംഭവിച്ചുകൂടെ? ഇനി താങ്കൾ അറിയുന്ന ഒരു കാര്യം പറയാം സാർ. 40% കൂടുതൽ പൊള്ളലേറ്റാൽ മരിക്കുമെന്നാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. 65% പൊള്ളലേറ്റ ഒരു പെൺകുട്ടിയെ അതിന്റെ ഒരു ചെവി അടന്നു പോയി, ഒരു നിപ്പിൾ അടന്നു പോയി. ഒരു അഡ്വക്കേറ്റിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് ഹോമിയോപ്പതിയെ കുറിച്ച് അറിയാം, നമ്മളെ പ്രോഗ്രാമിൽ വന്ന ലിറ്റാണ്. അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ മെഡിസിൻ കൊടുത്തതിന്റെ പേരിൽ ആ കുട്ടി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. 12 വർഷത്തിന് മുമ്പേ സംഭവം. നമുക്ക് സമയം അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുമ്പോ ഇതിനെ താങ്കളെ പോലെയുള്ള ആളുകൾ അറിയുകയും ഇതിനെ എങ്ങനെയെങ്കിലും ഒരു വെളിച്ചത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അലോപ്പതിക് വേൾഡിന്റെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് പരിപാടി അവസാനിപ്പിക്കാൻ സമയമാകുന്നു. സമയം കാത്തു നിൽക്കില്ല എന്നാണല്ലോ ശാസ്ത്രം. അറിയാമോ ഡോക്ടറെ? നമുക്ക് നന്ദി പറയാം. നന്ദി മനോജ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി 1767 ദിവസമായി ഇടതടവില്ലാതെ നടത്തിവരുന്ന ഇന്നത്തെ പ്രതിദിന സൂം വെബിനാറിൽ നടത്തപ്പെട്ട സമഗ്ര ചികിത്സ എന്ന ചർച്ചയിൽ പങ്കെടുക്കുകയും ഒരേ രോഗവുമായി വരുന്ന പല രോഗികൾക്കും ഒരേ ചികിത്സ കൊണ്ട് സുഖപ്പെടുന്നില്ല എന്നൊരു ആശങ്ക പങ്കിടുകയും മരണവും ജീവിതവും തമ്മിലുള്ള വ്യത്യാസം എന്ത്, ജീവന്റെ വില, ജീവൻ എന്താണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് വിവരിക്കുകയും രോഗിയോട് പ്രതിബദ്ധതയുള്ള ഒരു ഡോക്ടർക്കും ആൾട്ടർനേറ്റീവ് സിസ്റ്റത്തെ തള്ളിക്കളയാൻ പറ്റുകയില്ല എന്ന് അറിയിക്കുകയും അവസാന നിമിഷം വരെ ഹോമിയോപ്പതിക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച ഡോക്ടർ സാമുവൽ ഹനുമാനെ സ്മരിക്കുകയും അതേപോലെ തന്നെ ഹോമിയോപ്പതി ഡോക്ടർമാർ ധൈര്യത്തോടെ
പ്രിൻസിപ്പിളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള ആവശ്യത്തെക്കുറിച്ച് ആഹ്വാനം ചെയ്യുകയും ചെയ്ത തിരുവനന്തപുരം കോസ്മോപൊളിറ്റൻ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ആദരണീയനായ ഡോക്ടർ അജയകുമാർ സാറിന് IFPHന്റെയും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ സമഗ്ര ചികിത്സ ചർച്ചയിൽ പങ്കെടുക്കുകയും ഈ ലോകത്ത് ഇപ്പോൾ തന്നെ ഇന്റഗ്രേറ്റഡ് മെഡിസിൻ എല്ലാ രംഗത്തും ഉണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൽ അത് ഏറ്റവും താമസിച്ച് വരുന്നതിനെ കുറിച്ചുള്ള ആശങ്ക പങ്കിടുകയും രോഗത്തെ മാത്രം ചികിത്സിച്ചാൽ പോരാ, ആരോഗ്യം സംരക്ഷിക്കണം എന്ന ആവശ്യത്തെക്കുറിച്ച് നമ്മളെ ബോധവൽക്കരിക്കുകയും സമഗ്ര ചികിത്സ നടപ്പാക്കിയാൽ പൊതുജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ലഭിക്കുമെന്നും ചികിത്സാ ചെലവ് വളരെയധികം കുറയുമെന്നും അതുപോലെ തന്നെ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുകയും അവരെ മറ്റു കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്നും എല്ലാം നമുക്ക് അതിന്റെ നല്ല വശങ്ങളും ദോഷവശങ്ങളെ കുറിച്ച് വിശദമായും നമ്മളോട് സംസാരിക്കുകയും ശാസ്ത്രം പറയുന്നതെല്ലാം ചെയ്തു രോഗി മരണപ്പെട്ടു എന്ന് പറയുന്ന സ്ഥിതി മാറണമെങ്കിൽ സമഗ്ര ചികിത്സ അത്യാവശ്യമാണെന്നും ആഹ്വാനം ചെയ്ത വർക്കല ജില്ലാ ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഷർമക്കാർ ഡോക്ടർക്ക് IFPHന്റെയും പങ്കെടുക്കുന്ന എല്ലാവരുടെയും പേരിൽ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. നന്ദി മാഡം. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുകയും ഇന്റഗ്രേറ്റഡ് മെഡിസിന് ഏറ്റവും സ്കോപ്പുള്ള ഒരു കാലഘട്ടമാണിതെന്നും ഹീലിംഗ് നടക്കേണ്ടത് ഫിസിക്കൽ ലെവലിൽ മാത്രമല്ല എന്നും മെന്റൽ ആൻഡ് ഇമോഷണൽ ലെവലിൽ കൂടി ഹീലിംഗ് നടക്കണമെന്നും ഓരോ മെഡിക്കൽ സിസ്റ്റത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ടെന്നും സമഗ്രമായ ഒരു ചികിത്സയാണ് രോഗിയുടെ എല്ലാ തലത്തിലും ആശ്വാസം നൽകാൻ സാധിക്കുകയുള്ളൂ എന്നും ഇനിയുള്ള കാലത്ത് ഇന്റഗ്രേറ്റഡ് പഠന സിസ്റ്റം തന്നെ ആവശ്യമാണെന്നും ആശിക്കുകയും ചെയ്ത പൂവാർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ബിന്ദു ജോൺ ഡോക്ടർക്ക് സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. ശസ്ത്രക്രിയയ്ക്ക് വിധേയായ സമയത്ത് ലഭിച്ച സമഗ്ര ചികിത്സയെക്കുറിച്ച് നമ്മളോട് വിവരിക്കുകയും ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിൾ എന്തെന്ന് പറയുകയും ചെയ്ത രമാദേവി അമ്പാടി മാഡത്തിനും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ICUയിൽ കിടക്കുന്ന രോഗികൾക്ക് പോലും രഹസ്യമായി മരുന്നുകൾ കൊടുത്ത് അവരെ ബോധത്തിലേക്ക് കൊണ്ടുവരികയും സൗഖ്യമാക്കുകയും ചെയ്യാൻ സാധിച്ച കാര്യവും ശാസ്ത്രങ്ങൾ തമ്മിൽ സംയോജിച്ചാൽ മനുഷ്യനെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നും നമ്മെ അറിയിച്ച സലീം കുമാർ ഡോക്ടർക്ക് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. IFPH നടത്തിയ ഈ പ്രത്യേക പരിപാടിയിൽ ഔപചാരികമായി സ്വാഗതം ആശംസിച്ച ശ്രീ ഷാലു രാജന് സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. IFPH നടത്തുന്ന എല്ലാ പ്രത്യേക പരിപാടിയുടെയും സൂത്രധാരകനും മോഡറേറ്ററും കൂടിയായ മനോജ് ഡോക്ടർക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. IFPHന്റെ എല്ലാ ഭാരവാഹികൾക്കും പ്രതിദിന സൂം വെബിനാറിന്റെ ചുക്കാൻ പിടിക്കുന്ന എല്ലാ ഡോക്ടർമാർക്കും ഹോമിയോപ്പതി സ്നേഹികൾക്കും പേരുപേരായി നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ ചർച്ച വിജയകരമാക്കി ഇതിൽ പങ്കെടുത്ത എല്ലാ ഡോക്ടർമാർക്കും ഹോമിയോപ്പതി സ്നേഹികൾക്കും വിദ്യാർത്ഥികൾക്കും ആയിരം നന്ദി അറിയിക്കട്ടെ. എല്ലാറ്റിലും ഉപരിയായി ഈശ്വരന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 1767 ദിവസത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. നാളെ ഇതേ സമയം വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Thank you so much. Thank you.